അത് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ തുടർമാനമായിട്ട് നമ്മൾ ഒരു ധ്യാനം ചെയ്യുകയാണ് എബ്രായർ 6 പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പഠന പരമ്പര ആരംഭിച്ചപ്പോൾ ദൈവവചനം, പ്രത്യേകിച്ച് തിരുവെഴുത്തുകളുടെ ഉദ്ദേശം നമ്മൾ പഠിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു നമ്മൾ എന്താണ് പഠിച്ചത്. ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ എപ്പോഴും ചോദിക്കണം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ്. ഓക്കെ, യോഹന്നാൻ 5 നിന്ന് നമ്മൾ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. പരീശന്മാരെ പോലെ വചനം പഠിക്കാൻ നമ്മൾ മുതിരരുത്. ഇത് ആദ്യവും പറഞ്ഞു, 2-ാം മാസവും പറഞ്ഞു, 3-ാം മാസവും റിപ്പീറ്റാണ്. വെറുതെ അറിവ് സമ്പാദിക്കുന്ന പരിപാടിയാണെങ്കിൽ അടുത്ത മാസം ഞാൻ വരത്തില്ല. ഞാൻ കളി പറയുകയല്ല. ഞാൻ അമേരിക്കയിലെ ആവശ്യത്തിൽ കൂടുതൽ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൂട്ടരോട്. എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്ത് നിങ്ങളെല്ലാം പരീശന്മാരാകാൻ ഒരു താല്പര്യവുമില്ല. വെറുതെ അറിവ് പ്രാപിച്ചാൽ എന്ത് പറ്റും? അറിവ് ചീർക്കും. എന്താ കുഴപ്പം? അഹങ്കാരികളാകും. അഹങ്കാരികളായ കുഴപ്പം എന്താ? ദൈവം നിഗളികൾക്ക് കൃപ കൊടുക്കത്തില്ല. നിങ്ങളുടെയൊക്കെ കൃപ തടസ്സപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നതാവും. അത് ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ട് വചനം പഠിക്കുകയാണ്. എങ്ങനെ പഠിക്കണം? കർത്താവ് പഠിപ്പിച്ച പോലെ പഠിക്കണം. എങ്ങനെ പഠിക്കണം? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഉള്ളൊരു ഉപാധിയായി, ഒരു മുഖാന്തരമാക്കി വചന പഠനം മാറണം. അല്ലാതെ വെറുതെ അറിവ് പ്രാപിക്കാനല്ല. അതുകൊണ്ട് എപ്പോഴും, അതിപ്പോൾ ഈ മാസത്തിലെ നമ്മുടെ ധ്യാനത്തിൽ മാത്രമല്ല, നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴൊക്കെ വചനം തുറന്നാലും ബൈബിളിൻ്റെ 1-ാമത്തെ പേജിൽ ഇത് എഴുതി വെയ്. ഞാൻ വചനവുമായിട്ട് അടുക്കുമ്പോൾ 2 കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഞാൻ മടങ്ങി വരണം കർത്താവിലേക്ക്, മാനസാന്തരം നൽകണം. 2-ാമതായിട്ട് ഞാൻ കർത്താവിന് വിധേയപ്പെടണം. ഇല്ലെങ്കിൽ വെറുതെ കുറേ അറിവ് വാങ്ങിച്ചു വെക്കുന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികളുടെ കുഴപ്പം ഇതാണ്, കുറേ അറിവുണ്ട്, ജീവിതത്തിലൊന്നുമില്ല. അല്ലേ? ക്രിസ്തുവിനെ ചുമ്മാ തലച്ചോറി വഹിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ വചന പാരായണവും വചനധ്യാനവും രൂപാന്തരം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ അറിവാണിതെല്ലാം. അറിവ് ചീർത്തു വരും, നമ്മൾ നിഗളികളാകും, കൃപ ലഭിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും അത് ഓർക്കുക. അടുത്ത പ്രാവശ്യമെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റട്ടെ, ഇന്നു മുതൽ എല്ലാ ദിവസവും വചനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ഗിവ് മീ സബ്മിഷൻ ആൻഡ് റിപ്പൻറ്റൻസ്. ശരി, നമ്മൾ എബ്രായർ 6 നിന്ന് വായിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. ഇന്നത്തെ നമ്മുടെ വിഷയം വിശ്വാസമാണ്. ഒന്നാമതായിട്ട് ഓടിച്ചു പറയുകയാണ്, നമ്മൾ അധികം സമയമെടുക്കുന്നില്ല. രക്ഷയുമായിട്ടൊന്ന് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞോട്ടെ. രക്ഷയിൽ വിശ്വാസത്തിനുള്ള പ്രാധാന്യം, അല്ലേ? രക്ഷയിൽ ഏറ്റവും കാതലായ വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? ദൈവവിശ്വാസം എന്ന് പൊതുവേ നമ്മൾ പറയുമെങ്കിലും അതിലേറ്റവും കാതലായ വിഷയമാണ് രക്ഷ, അല്ലേ? നമ്മൾ രക്ഷ മാത്രമല്ല ദൈവത്തിൽ വിശ്വസിച്ച് പ്രാപിക്കുന്നത്, എങ്കിലും രക്ഷയാണ് ഏറ്റവും എന്താ പറയുക കാതലായ വിഷയം, അല്ലേ? രക്ഷ പ്രാപിക്കാതെ ബാക്കിയെല്ലാം പ്രാപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? ദൈവത്തിൽ നിന്ന് ഈ അനുഗ്രഹം കിട്ടി, ആ അനുഗ്രഹം കിട്ടി, രക്ഷ കിട്ടിയില്ല, നശിച്ചു പോയി. അതേറ്റവും വ്യർത്ഥമായൊരു വിശ്വാസമാണ്. അതിലോട്ട് നമ്മൾ കടക്കും. പൊതുവായുള്ള ദൈവവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും നമ്മുടെ രക്ഷയിൽ, ക്രിസ്തയേശുവിലൂടെ നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷാ പദ്ധതിയിൽ വിശ്വാസത്തിനുള്ള പ്രാധാന്യം പെട്ടെന്ന് ഓടിച്ചു പറയാൻ പോവാണ്. ഒന്നാമതായിട്ട് റോമാലേഖനം 3:26-28 സഹോദരൻ വായിച്ചു കേൾപ്പിക്കും. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. റോമാലേഖനം 3:26-28. റോമൻസ് ചാപ്റ്റർ 3:26-28. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നാം അനുമാനിക്കുന്നു. കേട്ടോ, എന്താ നമ്മൾ അനുമാനിക്കുന്നത്? മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ അത്രേ
നീതീകരണം പ്രാപിക്കുന്നു. നമ്മൾ രക്ഷയിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. എന്താ നീതീകരണം? നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടമായിട്ട് ഒരു നീതി ദൈവം നൽകുകയാണ്. നമ്മുടെ സൽപ്രവർത്തികളിലൂടെ നമുക്കൊരു നീതിയും ലഭിക്കയില്ല. അതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു നീതിയും ലഭിക്കയില്ല. 10 കൽപ്പനകൾ 10 കമാൻഡ്മെൻറ്റ്സ് ചെയ്തതുകൊണ്ട് നീതി ലഭിക്കയില്ല. രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായ നീതി ലഭിക്കുകയില്ല. പകരം എന്ത് ചെയ്യണം? വിശ്വാസത്താൽ ഒരു നീതി ദൈവം ക്രിസ്തയേശുവിൽ നമുക്ക് കടമായിട്ട് നൽകും. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നീതി, ദൈവത്തിൻ്റെ മുൻപാകെയുള്ള നീതി, ക്രിസ്തയേശുവിൽ നിന്ന് കടം കിട്ടിയിരിക്കുന്ന പരിപൂർണമായ നീതിയാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നെ കുറ്റം പറയുവാൻ ആർക്ക് കഴിയുമെന്ന് റോമാലേഖനം 8-ന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്. കുറ്റം ചുമത്തുന്നവൻ ആർ? ക്രിസ്തയേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി വലതുഭാഗത്ത് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ കുറ്റം പറയുവാൻ ആരുണ്ട്? അപവാദം പറയുവാൻ പിശാചിന് പിന്നെ ആയുധമില്ല. അപ്പം നമ്മുടെയൊക്കെ നീതി എന്താണെന്നറിയാമോ? ക്രിസ്തയേശുവിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്ന നീതി, ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്, സമ്പൂർണമായ നീതി ലഭിച്ചിരിക്കുന്നു. ആ നീതിയെ നമുക്ക് കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയത്തില്ല. എൻ്റെ സ്ഥാനം, ദൈവസന്നിധിയിൽ എൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഞാനൊരു പാപിയാണേലും നരകത്തിലേക്ക് എന്നെ തള്ളിയിടുവാൻ ഞാൻ യോഗ്യനാണേലും എനിക്ക് പോയിട്ട് ഈ വിശുദ്ധനായ ദൈവത്തെ കയറി അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യമുള്ളത് ഞാൻ ക്രിസ്തുവിൻ്റെ നീതിയിൽ മറഞ്ഞിരിക്കുന്നവനായോണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് ഈ ദൈവത്തെ അപ്പാന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. മിണ്ടാൻ പോലും നമുക്കൊന്നും ഒരു യോഗ്യതയില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും പറയാൻ പോലും യോഗ്യതയില്ല. അപ്പോൾ യോഗ്യതയും പ്രാപ്തിയും പ്രാഗൽഭ്യവും ഒക്കെ എങ്ങനെ കിട്ടി? നീതീകരണത്തിലൂടെ ലഭിച്ചു. പക്ഷെ ആ നീതീകരണം എങ്ങനെ കടന്നു വന്നേ? വിശ്വാസത്താൽ, പ്രവൃത്തിയാൽ അല്ല. ശരി, നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 26:18. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നുവെന്ന് കൽപ്പിച്ചു. ആക്ട്സ് 26, അപ്പോസ്തല നടപടികൾ അല്ലേ, തമിഴ് 26:18. ഓക്കെ, അവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം കൊടുത്ത ദർശനത്തെ, നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം പറയാൻ വേണ്ടിയിട്ടാണ് അത് വായിച്ചത്. എന്താണ്? വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ അവകാശം ലഭിക്കേണ്ടത്. കേട്ടോ, അപ്പോൾ രണ്ടാമതായിട്ട് നീതീകരണം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, രക്ഷയുടെ അനുഭവത്തിൽ സംഭവിക്കുന്ന എന്താണ്? ശുദ്ധീകരണം. കടമെടുത്ത് എനിക്ക് നീതി തന്ന് ദൈവസന്നിധിയിൽ എന്നെ അംഗീകരിച്ച ദൈവം പിന്നെ അതുപോലെ അങ്ങ് വിടുകയല്ല. നീതി കെട്ടവനായിട്ടിരുന്നോ, നീ ഇപ്പോഴും പാപത്തിൻ്റെ ജീർണതയൊക്കെ പിടിച്ചിരുന്നോ? അല്ലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തയേശുവിനോട് ഞാൻ അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തി എൻ്റെ ജീവിത അന്ത്യം വരെ സംഭവിക്കണം. കാരണം കർത്താവിൻ്റെ ഉദ്ദേശം അതാണ്. ഒരു നാൾ ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ എനിക്ക് കർത്താവിൻ്റെ നീതി ഉണ്ടായിരിക്കണം. അതാണ് ശുദ്ധീകരണം. പക്ഷെ അതും എങ്ങനെ കടന്നു വരുന്നത്? ശുദ്ധീകരണമാണ് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു വിവരവും ഇല്ലാത്തൊരു ഏരിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരേണ്ടത്. അത് പ്രാർത്ഥിക്കണം, അതൊരു 100,000 ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, കുറേ നിയമങ്ങൾ അല്ലേ. രാവിലെ ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം. പ്രവൃത്തിയാലാണ് ശുദ്ധീകരണം അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിക്കുന്നവരെ ഞാൻ കേട്ടു. നീതീകരണം കർത്താവ് ചെയ്യും, ശുദ്ധീകരണം നിങ്ങൾ ചെയ്യും, തേജസ്കരണം കർത്താവ് ചെയ്യും. ഇതിനിടയിൽ ഞാനാണ് ചെയ്യുന്നതെന്ന് അല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ സുവിശേഷത്തിൽ വിശ്വാസത്താലാണ് ശുദ്ധീകരണം. അത് നമ്മൾ അടുത്ത പ്രാവശ്യം സ്നാനം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ ശുദ്ധീകരണവും വിശ്വാസത്താലാണ്, അല്ലെ എൻ്റെ പ്രവൃത്തിയാലല്ല. എൻ്റെ പ്രവൃത്തികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ശുദ്ധീകരണവും വിശ്വാസത്താലാണ്. പലർക്കും പാപത്തിൻ്റെ മേൽ ജയം കിട്ടാത്തതിൻ്റെ കാരണം എന്താ അറിയാമോ? അവരൊരു ജയാളിയുടെ ജീവിതം ജീവിക്കാത്ത എന്താ അറിയോ? ഇത് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, ഞാൻ തുറന്നു പറയാണ്, പ്രസംഗകർക്ക് പോലും ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാലോ, ഞാൻ പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പാസ്റ്റേഴ്സിനോട് തുറന്നു ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പാപം അതിജീവിക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ ദൈവശാസ്ത്രം ഞാനൊന്ന് കേൾക്കട്ടെ. അത് പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇങ്ങനെ കുറേ കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ എങ്ങനെ ഒരു പാപം അതിജീവിക്കണം അറിഞ്ഞുകൂടാ. പിന്നല്ലേ നമ്മുടെ സഭയിലെ സാധാരണ ആടുകൾ അല്ലേ, യൂത്ത് മിനിസ്റ്ററി ചെയ്യുന്ന ആർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെ യൂത്തിനറിയാൻ പറ്റും അല്ലേ?
പലർക്കും അറിഞ്ഞൂടെ എങ്ങനെയാണ് വിശ്വാസത്താൽ ഒരു പാപത്തെ, ഒരു പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത്. അത് നമ്മളിനി മുന്നോട്ട് മുമ്പ് പഠിക്കും. ഞാൻ ഈ വായിച്ചു പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് തെളിയിക്കുന്നത് വിശ്വാസം എത്ര മുഖ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ. നീതീകരണത്തിന് വിശ്വാസം, ശുദ്ധീകരണത്തിന് വിശ്വാസം. ഇനി മൂന്നാമത്തെ എന്താ? തേജസ്കരണം. ഞാൻ ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെട്ട് എൻ്റെ വീണ്ടെടുപ്പ് അവസാനിക്കുന്നു. ദ കംപ്ലീഷൻ ഓഫ് മൈ റിഡംഷൻ. ഗലാത്യ ലേഖനം 5:5. ഗലേഷ്യൻസ് 5:5. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. എത്ര നല്ല വചനം അല്ലേ. ഞങ്ങളോ നീതി ലഭിക്കുമെന്ന പ്രത്യാശ നിവൃത്തിക്കായി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. പക്ഷെ എങ്ങനെയാ നീതി കടന്നു വരുന്നത്? വിശ്വാസത്താൽ. അപ്പൊ ആദ്യം നീതി ലഭിച്ചില്ലേ? നീതീകരണത്തിലൂടെ ലഭിച്ചു. ശുദ്ധീകരണം നടക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ നീതി ഇനി ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. അത് ഭാവി കാലത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വിശ്വാസികളെല്ലാം കാത്തിരിക്കുന്നത്. ഒരൊറ്റ പാട്ടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പ്രത്യാശാ ഗാനങ്ങളിൽ ഈ വാക്യം ഏതെങ്കിലും ഒരു പാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആണ്. വിശ്വാസികളൊക്കെ ബൈബിൾ വായിക്കുന്നെങ്കിലും അതൊന്നും അവരുടെ പ്രത്യാശയായിട്ടില്ല. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? നീതീകരണത്തിന്റെ പൂർത്തീകരണമായ തേജസ്കരണത്തിനായി കാത്തിരിക്കുന്നു. ഇതാരാന്നറിയോ കാത്തിരിക്കുന്ന വ്യക്തികൾ? ഇപ്പോൾ പാപത്തിനോട് മല്ലിടുന്നവൻ കാത്തിരിക്കും. എന്ന് തീരും ഈ മല്ലുയുദ്ധം? എന്ന് തീരും എൻ്റെ ഈ പോരാട്ടം ഈ പാപത്തോടുള്ള? ഒരു നാൾ വരുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്തുവിനെ പോലെ ആകും. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭക്തന്മാർ ഇതും കാത്തിരിക്കുകയാണ്. ചുമ്മാ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ പോലെ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടി ജീവിക്കുന്നവർ ഇതൊന്നും കാംക്ഷിക്കുന്നില്ല. പക്ഷെ ശരിക്കും ആത്മാവിനോട്, അതാണ് ആത്മാവാണ് ആ ദാഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം, എനിക്ക് പാപത്തെ അതിജീവിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഒരു ഭക്തനാകുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്നു? വിശ്വാസത്താൽ നീതി എന്ന പ്രത്യാശാ പൂർത്തിക്കായി ഞങ്ങൾ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. അപ്പൊ കണ്ടോ, തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ രക്ഷ? നീതീകരണമാകട്ടെ, ശുദ്ധീകരണമാകട്ടെ, തേജസ്കരണമാകട്ടെ, എല്ലാം വിശ്വാസത്താലാണ്. അപ്പൊ വിശ്വാസം എന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എത്ര കാതലായ വിഷയമാണ്. നമ്മുടെ രക്ഷയുടെ അനുഭവത്തിൽ ഏറ്റവും മുഖ്യമായ വിഷയമാണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വെൻ ഇറ്റ് കംസ് ടു സാൽവേഷൻ, അല്ലേ? Glorification. Okay? So justification, sanctification, glorification, everything is by faith. അതുകൊണ്ടാണ് റോമാലേഖനം 1:17 എന്താ പറഞ്ഞിരുന്നത്? Romans 1:17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. 16 കൂടെ ഒന്ന് വായിച്ചാൽ. Romans 1:16 and 17. ആരെങ്കിലും എടുത്തിട്ടുള്ളവർ? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. രക്ഷിക്കപ്പെടുത്തുവാനുള്ള ദൈവശക്തി വെളിപ്പെടുത്തുന്ന സുവിശേഷമാകയാൽ എനിക്ക് അതിനെക്കുറിച്ച് ലജ്ജയില്ല. ഇനിയാണ് 17-ാം വാക്യം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും. ഒന്ന് നിർത്തിക്കേ. സുവിശേഷത്തിൽ എന്താണ് വെളിപ്പെട്ട് വരുന്നത്? ദൈവത്തിന്റെ നീതി. പക്ഷെ അത് നേരത്തെ നമ്മൾ വായിച്ച പോലെ ന്യായപ്രമാണങ്ങളാൽ ഞാൻ പ്രവർത്തിച്ച എൻ്റെ സ്വന്തം നീതിയല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എന്തുവാണ്? എന്തിൽ നിന്നുള്ള മാനസാന്തരം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചേ? നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ളത്, അല്ലേ? നമ്മൾ മാനസാന്തരം 3 രീതി കണ്ടു. വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാനസാന്തരം, പിന്നീട് എൻ്റെ അകൃത്യങ്ങളിൽ നിന്നുള്ള മാനസാന്തരം, മൂന്നാമതായിട്ട് എൻ്റെ നിർജീവ പ്രവർത്തികൾ, എൻ്റെ സ്വയനീതിയിലെ പ്രവർത്തികളിൽ നിന്ന് ഞാൻ മാനസാന്തരപ്പെടണം. പാപം മാത്രം മാനസാന്തരപ്പെട്ടാൽ പോരാ, സ്വയനീതിയും മാനസാന്തരപ്പെടണം. കാരണം നീതീകരണം സ്വന്തം പ്രവർത്തികളാലല്ല. നോട്ട് ബൈ അവർ റൈച്ചസ് ഡീഡ്സ് ഗോഡ് ജസ്റ്റിഫൈസ് us. അപ്പൊ അതിന് പകരം ദാനമായി നീതി സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു. 17 വാക്യം വായിച്ചേ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. നിർത്തിക്കേ. ഇത് മലയാളത്തിൽ മനസ്സിലാക്കാൻ വലിയ പാടല്ലേ? ഒന്നാമത് ഈ ഹേതു ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഏതാ ഈ ഹേതു? ഹേതു മീൻസ് ബിക്കോസ്, അല്ലേ? അല്ലെങ്കിൽ ഓൺ ഗ്രൗണ്ട് ഓഫ്, അല്ലേ? അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി എളുപ്പം. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ദൈവനീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ തുടക്കവും ഒടുക്കവും വിശ്വാസത്തിലാണെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടുന്നത് ആദ്യം വിശ്വാസത്താലും പിന്നെ പ്രവൃത്തിയാലും അല്ല. അതാണ് ഗലാത്യർക്ക് പറ്റിയ തെറ്റ്. നിങ്ങൾ ആദ്യം ആത്മാവിനാൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പ്രവൃത്തികളാൽ നീതീകരിക്കാൻ ശ്രമിക്കുന്നുവോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റവന്മാർ വന്ന് പറഞ്ഞു, എന്തോ പറഞ്ഞേ?
നിങ്ങളും പരിച്ഛേദനയൊക്കെ എടുക്കണം, യു നീഡ് ടു ബി സർക്കംസൈസ്ഡ്. അല്ല, തുടക്കോ ഒടുക്കോ എല്ലാം വിശ്വാസത്താലാണ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ രക്ഷയിൽ വിശ്വാസത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റോമൻസ് 1:17 റൈച്ചസ്നെസ്, for in the gospel a righteousness from God is revealed. അതാണോ? That is neeti. Yes, righteousness. Justification. Yes, that is what I said. Justification is how God begins that process of giving you a righteousness. He gives you the righteousness of Jesus. The life he lived, the obedient life he lived, that is credited to you as if you have kept all the law. That is how we are redeemed from the law. All the curses of the law which we deserve, we are saved from it because we have kept the law in Jesus. Romans chapter 5:19, by one man's obedience many are justified. By one man's obedience, not righteousness. It's not inherent righteousness of Jesus as Son of God. It's the righteousness of Jesus which he demonstrated as obedience when he lived on this earth. By that obedience many are justified. So righteousness is credited to you, then righteousness is produced in you by the Holy Spirit. Finally you are entirely transformed into the righteousness of Jesus. That is the glorification. So gospel is all about making unrighteous people righteous through justification, sanctification, glorification. That is why it says righteousness is revealed from faith to faith. തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവം നീതീകരണത്തിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും തേജസ്കരണത്തിലൂടെയും നമ്മളെ നീതിമാന്മാരാക്കുന്നതാണ് സുവിശേഷം. കാരണം എന്തിനാ നീതിമാന്മാരാക്കുന്നേ? ഭാവിയിൽ കർത്താവിൻ്റെ പുതുവാനവും പുതുഭൂമിയും ഉണ്ടാക്കിയിട്ട് അവിടെ ദൈവത്തിൻ്റെ കൂടെ സംസർഗത്തിൽ ജീവിക്കുന്ന ആരായിരിക്കും? നീതിമാന്മാരായിരിക്കും. Only righteous will dwell in the new heavens and new earth. പത്രോസ് അതാ പറയുന്നത്, the new heavens and the new earth, the home of righteousness. അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്താ വിശ്വാസം? നമ്മൾ വിശ്വാസത്താലാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. എന്താ വിശ്വാസം? 3 കാര്യങ്ങൾ പറയട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം എന്ന രീതിയിൽ 3 കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമതായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശ്രയമായിരിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം. ഇറ്റ്സ് റിലയൻസ് അപ്പോൺ ഗോഡ്. ജെറമയ ചാപ്റ്റർ 17 verse 7. യെരമ്യാവ് 17ന്റെ 7ാമത്തെ വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കേട്ടോ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഭാഗ്യം. എന്തിനാ ഈ 2 പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നത്? എന്തോ വ്യത്യാസം എന്തുവാ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. എന്തോ വ്യത്യാസം എന്തുവാ? യഹോവ മാത്രം, അത് ആദ്യം പറഞ്ഞതിലുമില്ലേ? യഹോവയിൽ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ പിന്നെ യഹോവയിൽ മാത്രം ആശ്രയിക്കല്ലോ. ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് എന്ന് വായിച്ചോ. ജെറമയ 17:7. Okay, confidence is in him. Okay, any other translations? தமிழ் வாய்ச்சாட்டே. கர்த்தர் மேல் நம்பிக்கை வைத்து கர்த்தரை தன் நம்பிக்கையாக கொண்டிருக்கிற மனுஷன் பாக்கியவான். கர்த்தரை തന്നെ കർത്തർ മേൽ നമ്പിക്കൈ വെച്ച് കർത്തരെ തൻ നമ്പിക്കയാക കൊണ്ട്. കണ്ടോ വ്യത്യാസം മനസ്സിലായ ആർക്കെങ്കിലും? ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന വ്യക്തിയാണ് നമ്മുടെ ആശ്രയത്തിൻ്റെ ആധാരം, അല്ലേ? എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സഹോദരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ബ്രദർ, ഈ വരുന്ന ശനിയാഴ്ച വീട്ടിൽ വന്ന ബിരിയാണി തരാം. ബിരിയാണി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വാക്കു പറഞ്ഞു. എനിക്ക് സഹോദരനെ അറിയാം, നല്ല മനുഷ്യനെ വാക്കൊക്കെ പറഞ്ഞാൽ പാലിക്കും. ഞാൻ സഹോദരനിൽ ആശ്രയിക്കും. ഓക്കെ, എന്നാൽ അതിനപ്പുറമാണ് സഹോദരനിൽ ആശ്രയിക്കുന്നത്. അത് പറഞ്ഞ വാക്ക് കൊണ്ടൊന്നും അല്ല. 3 വർഷം ആയതുകൊണ്ട് ഇപ്പോൾ പറയാം, അല്ലേ? എന്തുകൊണ്ടാണ് വ്യത്യാസം? എന്തുവാണ്? വാക്കല്ല, വ്യക്തി തന്നെയാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായോ? ഈ വ്യക്തിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? എന്നോടൊരു കാര്യം ചെയ്യുന്ന ഒരാൾ വാക്തത്വം ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്രയം വരും. ആ വ്യക്തിയുടെ സ്വഭാവം എനിക്കറിയാവുമ്പോൾ ആ വ്യക്തിയിലൊരു ആശ്രയം വരും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. I know my God's character, therefore I trust in him. Even if he doesn't say anything and keeps quiet, I will trust in him. അതാണ് രണ്ടാമത് പറഞ്ഞത്. whose confidence is the Lord himself. യഹോവ തന്നെയാണ് എൻ്റെ ആശ്രയം എന്ന് പറയുമ്പോൾ യഹോവ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, യഹോവ എന്ന വ്യക്തിയെ എനിക്കറിയാം. അവനൊന്നും പറഞ്ഞില്ലേലും ഞാൻ ആശ്രയിക്കും. അവൻ മിണ്ടാതിരുന്നാലും ഞാൻ ആശ്രയിക്കും. ഞാൻ ഇരുട്ടിലൂടെ കടന്നു പോവുകയാണേലും
താഴ്വരയിലാണേലും ഞാൻ ആശ്രയിക്കും. കാരണം എനിക്ക് അവനെ വ്യക്തിപരമായി അറിയാം. അപ്പോൾ വ്യക്തിപരമായി നമുക്ക് ഒരു എന്താ പറയുക, വ്യക്തിപരമായി നമുക്ക് ദൈവത്തെ അറിയാവുന്നത് കൊണ്ട് ഉളവാകുന്ന ഒരു ആശ്രയം. ഇതിൻ്റെ വിപരീതം എന്താണെന്നുള്ളത് 5-ാമത്തെ വാക്യം. വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദിസ്? 5-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവൻ. 5-ാമത്തെ വാക്യത്തിൽ ആരാ ശപിക്കപ്പെട്ടവൻ? മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായ കാര്യങ്ങളിൽ ആശ്രയിക്കുക, ജഡത്തിൽ ആശ്രയിക്കുക, ജഡത്തിൻ്റെ ഭുജബലത്തിൽ ആശ്രയിക്കുക. അങ്ങനെയുള്ളവൻ എന്താ? കേഴ്സ്, ശപിക്കപ്പെട്ടവനാണ്. കണ്ടോ? അപ്പം നമ്മൾ പലതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ നമ്മൾ പലതും ചെയ്യുന്നത് എങ്ങനെയാണ്? ജഡത്തിലൊക്കെ ആശ്രയിച്ചൊക്കെ തന്നെ അല്ലേ? എനിക്കിപ്പോൾ പ്രസംഗിക്കാൻ പറ്റും, കുറച്ച് അറിവൊക്കെ ഉണ്ടല്ലോ, പ്രസംഗിക്കാം. അനുഭവമുണ്ട്, പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു, ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നു. നമ്മളിതെല്ലാം പൂർണ്ണമായിട്ടും ജഡമെല്ലാം ഒഴിവാക്കി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണോ? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്. ആശ്രയം, റിലയൻസ് അപ്പോൺ ഗോഡ് ആൻഡ് നോട്ട് ഓൺ യുവർ ഫ്ലഷ്. ജഡത്തിലല്ല, എൻ്റെ സ്വന്തം ശക്തിയിലല്ല, സ്വന്തം ബുദ്ധിയിലല്ല, സ്വന്തം കഴിവിലല്ല, സ്വന്തം അനുഭവ സമ്പത്തിലല്ല, സ്വന്തം പരിചയത്തിലല്ല, സ്വന്തമായിട്ടൊന്നുമല്ല, ഇനി മറ്റു വ്യക്തിയിലും അല്ല. സ്വന്തം എല്ലാം കഴിഞ്ഞു വെച്ച് പിന്നെ സഹോദരനും അല്ല, സഹോദരിയല്ല, പാസ്റ്ററല്ല, ഒരാളിലുമല്ല. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. 5ഉം 7ഉം ചേർത്ത് വായിച്ചാലേ പൂർണ്ണമായ ചിത്രം കിട്ടത്തുള്ളൂ ആശ്രയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മനുഷ്യരിലും ആശ്രയിക്കും പിന്നെ ദൈവത്തിലും ആശ്രയിക്കും, അങ്ങനല്ല അല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവർത്തികളെടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരെന്ത് പ്രതിസന്ധി വന്നപ്പോഴും അപ്പോസ്തോലിക പ്രവർത്തികളിലെ സഭയുടെ പ്രതികരണം എന്തായിരുന്നു? പ്രാർത്ഥന. അവർ വേറെ ഒരു പരിപാടിക്കും പോയില്ല. ഇന്നത്തെ സഭ എങ്ങനെയാ? എല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രാർത്ഥനയും കൂടെ അല്ലേ? ഇപ്പോൾ പത്രോസിനെ പിടിച്ചോണ്ട് പോയി, അവർ പോയി പ്രാർത്ഥിച്ചു. നമ്മുടെ ആളെ എന്ത് ചെയ്യും? നമ്മുടെ പാസ്റ്ററെ പിടിച്ചോണ്ട് പോയാൽ കേസും കൊടുത്ത് വക്കീലിനെ ഏൽപ്പിച്ച് കുറച്ച് കൈക്കൂലിയും കൊടുത്തേച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യും. എല്ലാത്തിൻ്റെയും കൂടത്തെ ഒരു പ്രാർത്ഥനയും കൂടെ. എല്ലാത്തിനെയും ഒന്ന് അനുഗ്രഹിച്ചേക്കണം കർത്താവ്, ആ കൈക്കൂലിയൊക്കെ ഒന്ന് വലിക്കണേ അല്ലേ? കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ക്രിസ്ത്യൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, എല്ലാ കൈക്കൂലിയെല്ലാം കൊടുത്തിട്ടുണ്ട്, പോനെ എല്ലാം നടന്നോളും, അടുത്ത മാസം നമ്മൾ വിളിക്കാം. എന്ത് വിശ്വാസം ഇത്? കൺസ്ട്രക്ഷൻ വർക്ക് കൈക്കൂലി കൊടുത്ത് ചെയ്യുന്നത് എന്ത് വിശ്വാസി പ്രവർത്തിക്കും? അതിന് പ്രാർത്ഥിക്കണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെ വിളിക്കേണ്ട, നിങ്ങൾ മീറ്റിംഗ് ഒക്കെ നടത്തിക്കോ, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അല്ലേ? എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടത്തിൽ താൻ പാതി ദൈവം പാതി, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ പാതി ദൈവം പാതി യെരമ്യാ 17 ഇല്ല. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണം, അവൻ്റെ വഴിയെ നടക്കണം. ശരി, രണ്ടാമത്തേത് ആശ്രയം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ നിർവചനത്തിൽ ചേർത്ത് വായിക്കേണ്ടത് വിശ്രമം. എബ്രായർ 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 4:1-4. ഫെയ്ത്ത് ഈസ് നോട്ട് ജസ്റ്റ് റിലയൻസ്, ഫെയ്ത്ത് ഈസ് റെസ്റ്റ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ടവർ ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലാതെ ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിർവൃതനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്ന നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എബ്രായർ 4 വളരെ കാതലായ ഒരു വിഷയമാണ്. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ ഇവിടാണ് കിടക്കുന്നത്. എങ്ങനെയാണ് പാപത്തെ അതിജീവിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ പോലും എബ്രായർ 4 എടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരു വാഗ്ദത്തമുണ്ട്. അത് പഴയ നിയമത്തിലും അവരൊരു സത്വർത്തമാനം അല്ലേ? തമിഴ് പറഞ്ഞിരിക്കുന്നു അവരൊരു സുവിശേഷം കേട്ടിരിക്കുന്നു എന്നാണ് അല്ലേ? ആൻഡ് ഈ എബ്രായർ 4:2 തമിഴിലൊന്ന് വായിച്ചേ. അവർക്ക് അറിവിക്കപ്പെട്ടതുപോലെ സുവിശേഷം. നമ്മുടെ മലയാളത്തിൽ സത്വർത്തമാനം എന്നുള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല സുവിശേഷമാണ്. പക്ഷേ സുവിശേഷം അവർക്കും അറിവിക്കപ്പെട്ടതുപോലെ. കണ്ടോ? അതാരാ? അവരാരാ?
മരുഭൂമിയിലെ തലമുറ, വിൽഡർനെസ് ജനറേഷൻ. അല്ലേ, നമുക്കറിയാം മിസ്രൈമിൽ നിന്നൊക്കെ ഇറങ്ങി, പക്ഷേ മരുഭൂമിയിൽ മരിച്ചു. അല്ലേ, മരുഭൂമിയിൽ മരിച്ചു. വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി, രക്ഷയൊന്നും പ്രാപിച്ചില്ല പൂർണ്ണമായിട്ട്. അല്ലേ, അപ്പൊ എന്താ കാരണം? ആൻറ്റി ഒന്നുകൂടെ വായിച്ച, ബാക്കി വായിച്ച. പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? കേട്ട വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തില്ല. കണ്ടോ? അപ്പൊ വിശ്വാസത്തോടെ അവർ ഏറ്റെടുത്തിരുന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ സ്വസ്ഥതയിലേക്ക് കടക്കുന്നവർ? ഇളയപ്പാർത്തലിൽ ആരാണ് കടക്കുന്നത്? നാമോ പ്രവേശിக்கிறோം. അപ്പൊ അത് നമ്മളങ്ങ് വായിച്ചു വിടും, ഞങ്ങളൊക്കെ കയറിയെന്ന്. നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ. അങ്ങനല്ല. ഈ ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും ഈ നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ ഉള്ളത് സൂക്ഷിച്ചു വായിക്കണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചു വെച്ചാൽ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ലല്ല. വിശ്വാസത്തിന്റെ ആ തലത്തിലെത്തിയാൽ നിങ്ങളും അനുഭവിക്കും. അല്ലാതെ ഞങ്ങൾ എന്ന് വായിക്കുമ്പോൾ ഞങ്ങളും അങ്ങ് എത്തിയെന്ന് അങ്ങ് എഴുതി വിടരുത്. എൻ്റെ ജീവിതത്തിൽ അത് ശരിയാണോ എന്ന് നിൽക്കണം, ചോദിക്കണം. വിശ്വസിക്കുന്ന നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർ, ആ വിശ്രമത്തിൽ പ്രവേശിക്കുന്നവർ. ഏതായി വിശ്രമം? 7-ാം നാൾ കർത്താവ് പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് പ്രവേശിച്ച സ്വസ്ഥതയെക്കുറിച്ചാണ്. അത് 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിന്ന പോലെ വിരമിച്ചതുപോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും. കണ്ടോ? സ്വന്തം നീതിയിലുള്ള പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് കർത്താവിൽ വിശ്രമിക്കണം. അതാണ് ദ പോസ്ചർ ഓഫ് ഫെയ്ത്ത്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിന്റെ ഒരു വിശ്രമമുണ്ട്. നിങ്ങളൊക്കെ വിശ്വസിച്ചപ്പോൾ വിശ്രമത്തിലേക്ക് കടന്നു വന്നോ? നമ്മൾ സാധാരണ സുവിശേഷീകരണത്തിന് മുമ്പ് ഒരു വാക്യം എപ്പോഴും പറയാറുണ്ടല്ലോ, മത്തായി 11 എന്താണ്? ചുമടെടുക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമന്നവരും കടന്നു വന്നു, ഞാൻ എന്ത് തരാമെന്ന് പറയുന്നത്? ഈ പ്രസംഗിക്കുന്നവർക്ക് ആശ്വാസം വന്നോ? വിശ്വാസത്തിലൂടെ വിശ്രമം വന്നോ? അല്ലേ, വിശ്രമം വന്നോ? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല. കൊച്ചുങ്ങളുടെ പ്രശ്നം എന്താ? അടങ്ങിയിരിക്കത്തില്ല. എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കത്തില്ല. നിങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നവരായോ വിശ്വാസത്തിൽ? അതിങ്ങനെ കറങ്ങി തുള്ളിച്ചാടിയൊക്കെ നടക്കുകയാണ്. ദൈവം ബന്ധപ്പെടാം, ഒന്നും മിണ്ടായിരടാ, ഒന്ന് അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കണ്ടത്. മാനസാന്തരം എന്താണ്? ആത്മീയ വിശ്രമത്തിലേക്കുള്ള മടങ്ങിവരവാണ്. അല്ലേ, യെശയ്യാവ് 30 നമ്മൾ കണ്ടു. എന്താണ്? മനം തിരിയുന്നതിലും അടങ്ങിപ്പാർക്കുന്നതിലും നിങ്ങളുടെ രക്ഷ, ആശ്രയത്തിലും വിശ്രമത്തിലും നിങ്ങളുടെ ബലം. പക്ഷെ നിങ്ങൾക്കോ മനസ്സില്ല. ഐസയ 30:15. അല്ലേ? ഇൻ റിപ്പൻറ്റൻസ് ആൻഡ് റെസ്റ്റ് ഈസ് യുവർ സാൽവേഷൻ, ഇൻ ക്വയറ്റ്നസ് ആൻഡ് ട്രസ്റ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. ആശ്രയത്തിലും വിശ്രമത്തിലും, ഈ വിശ്വാസത്തിൻ്റെ വിശ്രമത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരു വിഷയം, ഇപ്പം രക്ഷ തന്നെ ആവണമെന്നില്ല, ഒരു വിഷയം നമ്മൾ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഉള്ളിൽ എന്ത് കടന്നു വരണം? സമാധാനം കടന്നു വരണം, അടങ്ങിപ്പാർക്കുവാൻ പറ്റണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വേവലാതിയും പിടിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിശ്വാസമൊന്നുമില്ല. കർത്താവിൽ വിശ്രമിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് കണ്ടു ആശ്രയം, രണ്ടാമതായിട്ട് കണ്ടു വിശ്രമം. ഇനി ബൈബിളിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ മൂന്നാമതായിട്ട് അതിൻ്റെ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് എബ്രായർ 11:1. ഉറപ്പും നിശ്ചയവും കൂടെ ചേർന്ന്, നിശ്ചയദാർഢ്യം, റെസല്യൂട്ട്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉറപ്പ് വേണം, ഉറപ്പ്. ദൈവത്താൽ ഉളവാകുന്ന ഒരു ഉറപ്പ് വരണം. അപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. അത് നിമിത്തം എനിക്കൊരു അടങ്ങിപ്പാർക്കാനുള്ളൊരു സമാധാനം, ഒരു വിശ്രമം, ഒരു സ്വസ്ഥത കടന്നു വരണം. മൂന്നാമതായിട്ട് ആ വിശ്വസിച്ച കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ലോകം പറയുന്ന വിശ്വാസമല്ലേ എല്ലാം, ആ വിശ്വാസമല്ല. അല്ലേ, നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ സങ്കല്പം. പറയുന്ന ആളുകൾ പറഞ്ഞു കേട്ടില്ല, അതൊരു സങ്കല്പം. അങ്ങനത്തെ സങ്കല്പമല്ല വിശ്വാസം. വിശ്വാസം എന്ന് ബൈബിൾ പരമായി നമ്മൾ അതിനെ നിർവചിക്കുമ്പോൾ, when you define faith according to the Bible, it must contain all these three things. It should be, first of all, reliance upon God.
Secondly, it should produce rest in God. And third, you should be having resoluteness. അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് വിശ്വാസം. ശരി, നമുക്കിനി മുന്നോട്ട് പോകാം. വിശ്വാസത്തിൻ്റെ 4 ലക്ഷണങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത് പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പലതും വിശ്വാസമൊന്ന് തെറ്റിദ്ധരിക്കും. പലതിനെയും കയറി നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുക, അതൊന്നും വിശ്വാസമല്ല. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത് വിശ്വാസം വ്യക്തിപരമാണ്. ഒന്നാമത്തെ ലക്ഷണം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ 4 ലക്ഷണങ്ങളാണ്. വിശ്വാസം വ്യക്തിപരമാണ്. ഓക്കെ, നമുക്ക് യാക്കോബിന്റെ ലേഖനം 2:19. ഫെയ്ത്ത് ഈസ് പേഴ്സണൽ. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 19. ജെയിംസ് ചാപ്റ്റർ 2:19. യാക്കോബിന്റെ 2:19. ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ആ, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല കാര്യം. പിശാചുക്കളും ഓക്കെ, ശരി, നല്ല കാര്യം അല്ലേ? അപ്പോൾ പലരും പറയും ഞാൻ സഭയൊക്കെ വിശ്വസിക്കുന്നതൊക്കെ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളുടെ സഭ പറയുന്നതെല്ലാം ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ജസ്റ്റ് ബിലീവിങ് സം ഡോഗ്മ ഓഫ് ദ ചർച്ച്. അങ്ങനെ മാറ്റി നിർത്താനുള്ള വിശ്വാസമല്ല ശരിക്കുള്ള വിശ്വാസം, അല്ലേ? പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ വസ്തുതകൾ അങ്ങനെ വിശ്വസിച്ച് വിടുന്നതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്തായിരിക്കണം? എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. അല്ലാതെ എനിക്ക് അറിവുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ഏതാ? ജക്കാർത്ത. എനിക്കത് അറിഞ്ഞിട്ട് 10 പൈസയുടെ ഗുണമില്ല. കൊച്ചിലെല്ലായിരുന്നു പിന്നെ വല്ല PSC പരീക്ഷയ്ക്ക് വല്ല ആവശ്യമായിരുന്നു. ഇപ്പം 10 പൈസയുടെ ഗുണമില്ല എന്ന് പറയുന്നത് പോലെ ആ കർത്താവ് ക്രൂശീകരിച്ചു, കർത്താവ് മരിച്ചു, പാവം, ഇതൊന്നും അറിഞ്ഞിട്ടൊരു ഗുണമില്ല. അറിവ് മാത്രമാണെങ്കിൽ, വെറുതെ ഒരു അറിവാണെങ്കിൽ, ഇഫ് ഇറ്റ്സ് നോട്ട് പേഴ്സണൽ, വ്യക്തിപരമായ ഒരു അറിവല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. എബ്രായർ 11:6 വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹീബ്രൂസ് 11:6 ആണ് വായിച്ചത്. വിശ്വസിക്കുന്നവൻ എന്തൊക്കെ വിശ്വസിക്കണം? ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ എന്തൊക്കെ വിശ്വസിക്കണം? ദൈവമുണ്ടെന്നും വിശ്വസിക്കണം, അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നും വിശ്വസിക്കണം. പക്ഷെ എങ്ങനെ, ആരാ ഈ വിശ്വസിക്കുന്നത്? അവന്റെ അടുക്കൽ വരുന്നവൻ. അപ്പൊ വ്യക്തിപരമായി ദൈവമായിട്ട് അടുക്കുന്ന വ്യക്തി വ്യക്തിപരമായി ചില കാര്യങ്ങൾ ഉള്ളിൽ വിശ്വസിക്കണമെങ്കിലേ അത് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഗലാത്യ ലേഖനം 2:20 വായിച്ചേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. കാരണം ഞാൻ അവിടെ പോയി, ഞാൻ ക്രിസ്തുവിൽ വിശ്രമിക്കുകയാണ്. ഇനി ആരാ ജീവിക്കുന്നത്? എന്നിൽ. ക്രിസ്തു അത്രയോ എന്നിൽ ചെയ്യുന്നത്. ഇങ്ങനെ ആ പാപത്തെ അതിജീവിക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടുപോയി. ഇങ്ങനെ ആ പാപത്തെ അതിജീവിക്കണ്ട. എങ്ങനെ? ഞാൻ ക്രിസ്തുവിൽ വിശ്രമിക്കുകയും ക്രിസ്തു എന്നിൽ ജീവിക്കുകയും. ക്രിസ്തു എന്നിൽ ജീവിച്ചാൽ പാപം ചെയ്യുമോ ഞാൻ? ഇല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ. കണ്ടോ, ഇപ്പോൾ, ഇന്ന് ഞാൻ ജീവിക്കുന്നത് എങ്ങനെ? വായിച്ചേ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലേക്കുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അപ്പൊ ഇന്ന് ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണോ? എല്ലാവരും ഒന്ന് ചോദിച്ചേ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറെ ഡോക്ട്രിൻസ് ഒക്കെ എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ടാക്കി, ഉപദേശ സംഹിത, ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? എത്രയോ ക്രിസ്ത്യാനികൾ, സമുദായ ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞില്ല, നമ്മൾ അതാണ്ട് വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ പലപ്പോഴും മറ്റു മതസ്ഥരെ കുറിച്ച് പറയാറില്ലേ, ആ വിശ്വാസം, ഈ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. എന്താണ്? വ്യക്തിപരമായി ഇന്ന് ഞാൻ ജീവിക്കുന്നത് അവനിൽ ആശ്രയിച്ചാണ്, അവനുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. അപ്പോൾ ഫെയ്ത്ത് ഈസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പേഴ്സണൽ. അപ്പോൾ നിങ്ങളെല്ലാം ചോദിക്കുക, എനിക്ക് വ്യക്തിപരമാണോ എൻ്റെ വിശ്വാസം? അതോ കർത്താവിനെ ന്യൂസ് പേപ്പറിൽ വായിച്ചറിയുന്നത് പോലെ അറിയാവുന്നതേ ഉള്ളൂ? വ്യക്തിപരമായി അവനെ അറിയാവോ? ഇന്ന് ഞാൻ പൗലോസിനോട് കൂടെ ചേർന്ന് പറയാവോ? ഇന്ന് ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി, കണ്ടോ, അല്ല സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് മരിച്ച ക്രിസ്തയേശുവിലാണ് എന്ന് പറയാൻ പറ്റണം. ആ ഒരു പ്രാഗൽഭ്യം വേണം. എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് പറയാൻ പറ്റണം. ഇനി രണ്ടാമതായിട്ട്, വ്യക്തിപരം മാത്രമല്ല വിശ്വാസം വസ്തുനിഷ്ഠമായിരിക്കണം. ഫെയ്ത്ത് ഈസ് ഒബ്ജക്റ്റീവ്. വിശ്വാസം സങ്കല്പമൊന്നുമല്ല. ഓക്കെ, അതിന് 1 കൊരിന്ത്യർ 15, 1 Corinthians 15 verses 13 to 19, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15. വിശ്വാസം വസ്തുനിഷ്ഠമായ, കാരണം സാങ്കല്പിക കാര്യങ്ങളിലും
വിഭാവനം ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിലുള്ള വിശ്വാസമല്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊക്കെ ഇനി അങ്ങ് വിശ്വസിക്കാം. ഇന്ന് അങ്ങനത്തെ പഠിപ്പീരൊക്കെ ഉണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതല്ല. എന്താണ് വിശ്വാസം? 15:13 മുതൽ 19. മരിച്ചവർ പുനരുത്ഥാനം എടുക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പൊ എന്താ കുഴപ്പം? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ? എന്താ തകരാറ്? ഞങ്ങൾ ഈ പ്രസംഗിച്ചൊക്കെ വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസമൊക്കെ ഒരു കാശിനും കൊള്ളാത്തതാണെന്ന് നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥം. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ബൈബിളിലെ വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് തോന്നുന്ന എന്തോ അല്ല. ഫെയ്ത്ത് ഈസ് നോട്ട് സം സബ്ജക്റ്റീവ് റിലീജിയസ് പ്രിഫറൻസ്. എൻ്റെ മതപരമായ വ്യക്തിപരമായ ഒരു താല്പര്യം, ഒരു അഭിപ്രായം അല്ല. അത് എനിക്ക് പുറത്ത് ചരിത്രത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിലേ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. മറ്റു മതസ്ഥർ പറയുന്നത് പോലെ സങ്കല്പത്തിലുള്ള വിശ്വാസമല്ല. ചരിത്രപരമായി വസ്തുനിഷ്ഠമായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ വിശ്വാസം വ്യർത്ഥം. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇത് മതപരമായ കുറച്ച് ആശയങ്ങളിലുള്ള കാൽപ്പനികമായ വിശ്വാസമല്ല, ഇമാജിനറി ഫെയ്ത്ത് അല്ല. തുടർന്ന് വായിച്ചാട്ടെ. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ. ഞങ്ങൾ ഈ അപ്പോസ്തലന്മാര് നുണയന്മാരായിരുന്നു. ക്രിസ്തുവിനെ ഒന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ഞങ്ങൾ പറയാ ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ ദൈവത്തെ കുറിച്ച് കള്ളം പറഞ്ഞവരായി മാറും നമ്മൾ. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. വീണ്ടും പറഞ്ഞിരിക്കുക, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രക്ഷയും കടന്നു വന്നിട്ടില്ല. നിങ്ങളുടെ പാപമൊക്കെ നിങ്ങളുടെ തലയിൽ തന്നെ ഉണ്ട്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരൊക്കെ മരിച്ച് നശിച്ചുപോയി. ഈ ആയുസിനപ്പുറത്ത് നിത്യമായ ഒരു പ്രത്യാശയും നൽകാത്ത ഒരു സുവിശേഷമാണെങ്കിൽ, ഇന്ന് അങ്ങനത്തെ സുവിശേഷമാണ് ഒരുപാട് പ്രസംഗിക്കപ്പെടുന്നത്. നിത്യതയൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്നവർ അവരുടെ വിശ്വാസം എന്താ പറഞ്ഞിരിക്കുന്നത്? സകല മനുഷ്യരിലും ഓഫ് ഓൾ മെൻ മോസ്റ്റ് പിറ്റിയബിൾ. ഇതുപോലൊരു ഗുണമില്ലാത്ത കൂട്ടര് വേറെ ഇല്ലെന്ന് ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിലെ കാര്യത്തിന് മാത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തു ഒന്നും ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല, നിത്യത ഒന്നും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ ഈ ഭൂമിയിലെ ഏറ്റവും ലോകോത്തര വേസ്റ്റ് ആൾക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരിഷ്ടന്മാർ, wretched people, യൂസ്ലെസ് പീപ്പിൾ. അപ്പോൾ കണ്ടോ, വിശ്വാസം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ മതപരമായ ചിന്താഗതിയല്ല. ഐ ലൈക്ക് ക്രിസ്ത്യാനിറ്റി, നോ നോ, അതല്ല. ചരിത്രത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ മനസ്സിലായോ? വിശ്വാസം വസ്തുനിഷ്ഠമായിരിക്കണം, ചുമ്മാ എൻ്റെ തോന്നലുകളല്ല. അത് രക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യത്തിലുള്ള വിശ്വാസത്തെ വിശ്വാസമെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഞാൻ വിഭാവനം ചെയ്ത കാര്യങ്ങൾ, അല്ലല്ലല്ല. ഇതിനൊരു പുറമേ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് കണ്ടു വിശ്വാസം വ്യക്തിപരമാണ്. രണ്ടാമതായിട്ട് കണ്ടു വിശ്വാസം വസ്തുനിഷ്ഠമായിരിക്കണം. മൂന്നാമതായിട്ട് വിശ്വാസം പ്രായോഗികമാണ്. ഫെയ്ത്ത് ഈസ് പ്രാക്ടിക്കൽ. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സസ് 14 to 17. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. ആ വിശ്വാസത്താൽ അങ്ങനെയുള്ള വിശ്വാസത്താൽ അവന് രക്ഷ ലഭിക്കുമോ? വിശ്വാസമുണ്ട്, പ്രവൃത്തി ഒന്നുമില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഒരുപാട് പിള്ളേർ പറയും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നും കാണാനില്ല, ഒരു പ്രവൃത്തിയും കാണാനില്ല. വചനം പറയുമ്പോൾ കിടന്നുറങ്ങും. വർഷിപ്പ് സമയത്ത് പാട്ട് പാടും, പക്ഷെ അത് തുള്ളലായതുകൊണ്ട് പാടുന്നതാണ്, അല്ലാതെ അവർക്ക് ദൈവത്തോടൊന്നും സ്നേഹമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ കാണാം അവരുടെ ശരിക്കുള്ള തനി നിറം. പക്ഷേ പ്രവൃത്തികളൊന്നുമില്ല. വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. അതെന്തോ അത് തുറന്നു വായിച്ചാട്ടെ. ഒരു സഹോദരനോ സഹോദരിയോ അഹോവൃത്തിക്ക് വകയില്ലാതെ ഇല്ലാതിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും രക്ഷപ്പെടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. അങ്ങനെ വിശ്വാസം പ്രവർത്തികളില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. 26 കൂടെ വായിക്കാം. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം
നിർജ്ജീവമായിരിക്കുന്നത് പോലെ ആത്മാവില്ലാത്ത ശരീരം മൃതദേഹമാകുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാകും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ച വിശ്വാസമാണ്, ജീവനില്ലാത്ത ശരിക്കുള്ള വിശ്വാസമല്ല. അപ്പോൾ ശരിക്കുള്ള വിശ്വാസം എങ്ങനെയായിരിക്കും? പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞു ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല വിശ്വാസത്താലാണ് നീതീകരണം. അപ്പോൾ പൗലോസ് എപ്പോഴും ആ പ്രവൃത്തികളെക്കുറിച്ചാണ്, പ്രവൃത്തികളാലല്ല വിശ്വാസത്താൽ എത്ര രക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഏത് പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ പൗലോസ് പറയുന്നത്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ. പക്ഷെ എന്ന് വെച്ച് വിശ്വാസം പ്രവൃത്തികളൊന്നും ഉളവാക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതിയത് വിശ്വാസം പ്രവൃത്തികളൊക്കെ ഉളവാക്കും. നീതീകരണം വിശ്വാസത്താലാണേലും ശരിക്കും നീതീകരണം ഉളവാക്കുന്ന വിശ്വാസം, ശരിക്കും രക്ഷ ഉളവാക്കുന്ന വിശ്വാസം തനിയെ ഇരിക്കത്തില്ല, എപ്പോഴും പ്രവൃത്തികൾ അത് ഉളവാക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ ജനിച്ചപ്പോൾ മുതലേ എന്താ പറയുക സുവിശേഷ വിഹിത സഭയിലാണ് പോകുന്നത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കാണിക്കാനാണ് പറയുന്നത്. യാക്കോബ് അവിടെ പറഞ്ഞു ഞാൻ കാണിക്കാൻ. അതെ, നീ കാണിച്ച് ഒന്ന് പ്രദർശിപ്പിച്ച് ഡെമോൺസ്ട്രേറ്റ് വെദർ യു ഹാവ് ഫെയ്ത്ത്. അല്ലേ, പ്രവൃത്തികളിൽ വെളിപ്പെട്ട് വരണം. ഇനി എന്തുവാ ഈ പ്രവൃത്തികൾ? പലപ്പോഴും ഈ യാക്കോബിൻ്റെ ലേഖനമൊക്കെ എടുത്ത് പലരും പ്രസംഗിക്കും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന്. പക്ഷേ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ആ പ്രവൃത്തികൾ കാണിച്ചു തരാറില്ല. If you study the book of James, there are 3 fruits of faith explicitly mentioned. 3 works of faith. അത് പലപ്പോഴും സഭകളിൽ പ്രശ്നം. കാരണം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഞാൻ അങ്ങോട്ട് ഇറങ്ങി സുവിശേഷീകരണം നടത്തും, അല്ലേ, ഞാൻ വിശ്വസിച്ച് ചില അനുഗ്രഹങ്ങളൊക്കെ നേടും. ഇതൊന്നും യാക്കോബിൻ്റെ ലേഖനത്തിലില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഏതാണെന്നറിയാവോ? യാക്കോബിൻ്റെ 1-ാമത്തെ അധ്യായം 26-27. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞുണ്ടാവേ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യക്തമാത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ റിവേഴ്സ് ഓർഡറിൽ പറയാം. കാരണം ആ രീതിയിലാണ് യാക്കോബ് പിന്നീടുള്ള അധ്യായങ്ങൾ ഇത് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പം അവസാനം പറഞ്ഞിരിക്കുന്ന ആദ്യം പറയാം. എന്താണ്? ലോകത്തിന്റെ കളങ്കത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം. വ്യക്തിപരമായ നിർമ്മലത, അതാണ് വിശ്വാസത്തിൻ്റെ 1-ാമത്തെ പ്രവൃത്തി. കാരണം ശരിയായ ഭക്തൻ ആരാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വിശ്വാസമുണ്ടെങ്കിൽ എന്നിൽ ഉളവാകേണ്ട 1-ാമത്തെ പ്രവൃത്തി ഈസ് എന്താണ്? ഐ ആം അൺസ്റ്റെയിൻഡ് ബൈ ദി ഫിൽത്തിനെസ് ഓഫ് ദിസ് വേൾഡ്. വ്യക്തിപരമായി എനിക്ക് നിർമ്മലതയുണ്ട്, വിശുദ്ധിയുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നോക്കി നമുക്ക് വിശ്വാസമുണ്ടോ? ഡു യു ഹാവ് പേഴ്സണൽ ഹോളിനെസ്? നിങ്ങളുടെ വ്യക്തിപരമായ സ്വകാര്യമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശുദ്ധിയുണ്ടോ? പാപത്തെ അതിജീവിക്കുന്നുണ്ടോ? പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ ഒരു മ്ലേച്ഛതയും എൻ്റെ ജീവിതത്തിൽ ഐ ആം അൺസ്റ്റെയിൻഡ് ഫ്രം ദ വേൾഡ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ലോകത്തിൻ്റെ മ്ലേച്ഛതയൊന്നും എന്നെത്തോട് ഒരു മാലിന്യവും എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ മൂല്യങ്ങളാകട്ടെ, എൻ്റെ പ്രവൃത്തികളാകട്ടെ, എൻ്റെ ചിന്താകുലമാകട്ടെ, the way I think, the way I speak, the way I do things, my values, my morals, nothing is dictated by this world. I have nothing to do with this world എന്ന് പറയാൻ പറ്റണം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. 2ാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിധവമാരെയും അനാഥരെയൊക്കെ പോയി കണ്ട് ശുശ്രൂഷിക്കണം. സെക്കൻഡ് ഈസ് ചാരിറ്റി. ഫസ്റ്റ് വാസ് പ്യൂരിറ്റി, സെക്കൻഡ് ഈസ് ചാരിറ്റി. അതാണ് 2-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഡീൽ ചെയ്യുന്ന 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, തേജസ്സുള്ളവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, അത് ശ്രദ്ധിച്ചു കേൾക്കണേ. മുഖപക്ഷം കാണിക്കരുത്. ഇത് തമ്മിലുള്ള ബന്ധം എന്തുവാ? തേജസ്സുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നത് മുഖപക്ഷവുമായിട്ട് ചേർന്ന് പോകത്തില്ല. വൈ? ബിലീവിങ് ഇൻ ദ ഗ്ലോറിയസ് ലോർഡ് ഡസൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് പാർഷ്യാലിറ്റി. ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ആ അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ സഹോദരന്മാരെ സ്നേഹിക്കണം. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് പിന്നീട് വായിച്ചു, വിശ്വാസം പ്രവൃത്തികളില്ലെങ്കിൽ നിർജ്ജീവമാവെന്ന് പറഞ്ഞപ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി എന്താണ്? നിങ്ങളുടെ അടുത്ത ഒരു വ്യക്തി വന്നിട്ട് പറയാം, കർത്താ എനിക്ക് കഴിക്കാനൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ബ്രദർ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കാണ്. നിങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദര സ്നേഹം വേണം. പക്ഷെ ഇവിടെ ഈ മുഖപക്ഷം എടുത്തു പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കേട്ടോ, തേജസ്സുള്ള ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തോ ബന്ധം? ദൈവത്തിൻ്റെ തേജസ് കാണുന്നതും മുഖപ്രസാദവും തമ്മിലുള്ള ബന്ധം എന്തുവാ? Why do we show partiality to certain people? Suppose I am idolizing education. എൻ്റെ ഹൃദയത്തിലെ
ഏറ്റവും വലിയ വിഗ്രഹം വിദ്യാഭ്യാസമാണെന്ന് നോക്കാം. ഐ വിൽ ഷോ പാർഷ്യാലിറ്റി ടു എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. പഠിത്തമൊക്കെ ഉള്ള നല്ല മാർക്കൊക്കെ വാങ്ങിക്കുന്നവർ മാത്രമേ എനിക്ക് പ്രീതിയുള്ളായിരിക്കും. മറ്റവനെയൊക്കെ ഞാൻ ഇനി എത്ര ഭക്തിയുള്ളവനാണെങ്കിലും അവനെ ഞാൻ തഴയും. ഓർ മൈ ഐഡൽ ഈസ് റിലീജിയസ് ഓർ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. അല്ലേ, മതപരമായോ ജാതിപരമായോ ഉള്ള ഉന്നതിയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഗ്രഹമെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് മുഖപക്ഷം കാണിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ തേജസ്സാണ് ഏറ്റവും വലുതെങ്കിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിനും ജാതിക്കും മതത്തിനൊക്കെ എന്തെങ്കിലും തേജസ്സുണ്ടോ, എന്തെങ്കിലും മഹത്വമുണ്ടോ? അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് മുഖപക്ഷം കാണിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ മാനദണ്ഡം മാറിയിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും ഉന്നതമായ എന്താണ്? പണം, സമ്പത്ത്, കാണാൻ കൊള്ളാം, പഠിത്തമുണ്ട്. ഇതിനെല്ലാം ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കും എന്ത് കടന്നു വന്നാൽ? ദൈവത്തിൻ്റെ തേജസ് കണ്ടാൽ. കണ്ടോ, ദൈവത്തിൻ്റെ തേജസ് കണ്ടവൻ മുഖപക്ഷം കാണിക്കത്തില്ല. അവൻ്റെ ഹൃദയത്തിൽ വേറൊന്നും വിഗ്രഹമായിട്ട് വാഴത്തില്ല. കണ്ടോ, അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ എന്ത് കാണത്തില്ല? മുഖപക്ഷം കാണത്തില്ല. സഹോദരന്മാരെ സ്നേഹിക്കും, കഷ്ടതയിലിരിക്കുന്നവരെ സഹായിക്കും. അതാണ് നേരത്തെ വായിച്ചത് അല്ലേ? അഹോവൃത്തി, അതായത് നിത്യവൃത്തിക്ക് വകയില്ലാത്തവനെ കാണുമ്പം പ്രൈസ് ലോർഡ് ബ്രദറെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പോകുന്നവന് ഒരു വിശ്വാസവും ഇല്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പ്രവൃത്തികളിൽ വെളിപ്പെട്ട് വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിശ്വാസത്താൽ ഉളവാകുന്ന പ്രവൃത്തി എന്താണ്? സഹോദര സ്നേഹം, ചാരിറ്റി. പിന്നീട് അവിടെ ആദ്യം പറഞ്ഞത് അതാണ് മൂന്നാമത്തെ ലക്ഷണം. എന്താണ്? നിങ്ങളുടെ നാവിന് കടിഞ്ഞാണിടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭക്തി വട്ടപൂജ്യം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ അധ്യായത്തിൽ യാക്കോബ് പിന്നീട് പറയുന്നത്. ദൈവത്തോട് കീഴ്പ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ വെളിപ്പെടുത്തുമെന്നറിയാവോ? നിങ്ങളുടെ താഴ്മയും വിധേയത്വവും എവിടെ വെളിപ്പെട്ടു വരും? നിങ്ങളുടെ നാവിൽ വെളിപ്പെട്ടു വരും. തേർഡ് ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത്, തേർഡ് വർക്ക് ദാറ്റ് ഫെയ്ത്ത് പ്രൊഡ്യൂസസ് ഈസ് ഹ്യൂമിലിറ്റി, വിച്ച് വിൽ ബി എവിഡൻറ്റ് ഇൻ ദ വേ യു കൺട്രോൾ യുവർ ടങ്. നാവിന് കടിഞ്ഞാണിടാത്തവർക്ക് ഒരു ഭക്തിയില്ല. അവരെത്ര വലിയ ബൈബിൾ പണ്ഡിതരാണേലും, ബൈബിൾ സ്കോളേഴ്സ് ആയാലും, പ്രസംഗകരായാലും, കൗൺസിലർ ആയാലും, ഇനി എന്താണേന്ന് പറഞ്ഞാലും അവർ ദൈവത്തോട് കീഴ്പ്പെടുന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നാവ് നോക്കിയാൽ മതി. ഇതൊക്കെ അറിഞ്ഞോളൂ. ഗുണം എന്ന് പറയുന്നത് നമുക്ക് സഭയിൽ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റും ഒരു വ്യക്തി വീട്ടിൽ ദൈവത്തോട് കീഴ്പ്പെടുന്നതാണോ ഇല്ലെന്ന്. നാവ് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ശുശ്രൂഷയിലൊക്കെ നമ്മളിത് സ്ഥിരം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരുന്നു. എനിക്കറിയാൻ പറ്റും കീഴ്പ്പെടുന്നവരാണോ ഇല്ലെന്ന് നാവിന് തന്നെ വളരെ വ്യക്തമാണ്. നാവിന് കടിഞ്ഞാണില്ലാത്തവർ ഉറപ്പിച്ച് പറയാം, അവർക്ക് എത്ര ബൈബിൾ അറിയാമെങ്കിലും ദൈവത്തോട് കീഴ്പ്പെടാത്തവരാണ്. അപ്പോൾ ദൈവത്തോട് കീഴ്പ്പെടുകയാണെങ്കിൽ എവിടെ വെളിപ്പെട്ട് വരണം? നാവിനെ കടിഞ്ഞാണിടുന്നവരായിരിക്കണം. എനിക്ക് വായി തോന്നുന്നൊക്കെ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾ രാജാവിൻ്റെ മുന്നിൽ പോയിട്ട് വായി തോന്നിയൊക്കെ പറയൂ. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുന്നിൽ നിങ്ങൾ വായി തോന്നുന്നു പറയത്തില്ല. പിന്നാണ് രാജാവ്. അപ്പോഴാണ് രാജാതി രാജാവ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ. മഴ പെയ്യുന്നു, നമ്മളങ്ങനെയൊക്കെ പറയാറില്ലേ? കാലാവസ്ഥയെ കുറ്റം പറയും. ഇതൊക്കെ ആരെയാണ് കുറ്റം പറയുന്നു? ദൈവത്തെ നമ്മൾ കുറ്റം പറയുന്നു. ദൈവത്തിന് ഈ ലോകം ഒന്നും നടത്താൻ അറിഞ്ഞൂടാ അല്ലേ? എന്നാ പറയുന്നത്? ദൈവത്തോട് കീഴ്പ്പെട്ടവൻ നാവിന് കടിഞ്ഞാണിടും. അപ്പോൾ കണ്ടോ, വിശ്വാസം പ്രാവർത്തികമാകും. എന്തോ പ്രവർത്തികൾ? യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 3 പ്രവർത്തികളാണ്. വ്യക്തിപരമായ വിശുദ്ധി, സഹോദര സ്നേഹം, മൂന്നാമതായിട്ട് നാവിനെ കടിഞ്ഞാണിട്ട് ദൈവത്തോട് വിധേയത്വം കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുമ്പോൾ പറയുന്നത്, നിങ്ങൾ കഷ്ടതയിലൊക്കെ കടന്നു പോകുമ്പം നിങ്ങൾ സഹിഷ്ണുത കാണിക്കണം. കാരണം അത് കീഴ്പ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്, അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ കണ്ടോ, വിശ്വാസ പ്രവൃത്തികളെ ഉളവാക്കണം. ഇല്ലെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ വിശ്വാസിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതൊക്കെ നിർജീവ വിശ്വാസമാണ് അല്ലേ? ഈ ക്രിസ്തീയ ജീവിതത്തിൽ സഭകളോ പാസ്റ്റർമാരോ ഒന്നും പരീക്ഷ ഇടാത്തതുകൊണ്ട് നമ്മളൊക്കെ പാസ്സായി പോകുന്നു അല്ലേ? ഈ സ്കൂളിൽ ഒരു പരീക്ഷ നടത്താറില്ല, പക്ഷെ ദൈവം നടത്തുന്നുണ്ട് പരീക്ഷ. അതാണ് നമ്മൾ വ്യക്തിപരമായി കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ പരീക്ഷകളാണ്. ആ പരീക്ഷകളൊക്കെ മാർക്കൊക്കെ വാങ്ങിച്ച് നമുക്ക് തന്നെ അറിയാം പ്രോഗ്രസ് റിപ്പോർട്ട്. ദൈവം കരുണാമയനാണ്. നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വേറെ ആർക്കും കൊടുക്കാറില്ല. ക്ലാസ്സിൽ വന്നിട്ട് ബ്രദറിന് ഇത്രയൊക്കെ ഉള്ളൊന്നും വിളിച്ച് പറയാറില്ല അല്ലേ? അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വ്യക്തിപരമാണ്, വസ്തുനിഷ്ഠമാണ്, പ്രായോഗിക തലത്തിൽ പ്രവൃത്തിയെ ഉളവാക്കുന്നതാണ് വിശ്വാസം. നാലാമതായിട്ട് വിശ്വാസം തുടർമാനമാണ്. ഫെയ്ത്ത് ഈസ് കണ്ടിന്യൂവൽ. അപ്പോൾ അതിന് 1-2 വാക്യങ്ങൾ, കുറേ വാക്യങ്ങൾ വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയും ദുരുപദേശങ്ങളും ഉണ്ട് അല്ലേ? വിശ്വാസം ഒരു വൺ ടൈം ഇവൻ്റായി മാറിയിരിക്കുക അല്ലേ? 5-ാം വയസ്സിൽ പോളിയോ കുത്തിവെപ്പെടുത്തോ? എടുത്തു.
പിന്നെ 6-ാം വയസ്സിലോ 7-ാം വയസ്സിലോ ഒന്നും എടുക്കണ്ട അല്ലേ. പിള്ളേരൊക്കെ ഉള്ളവർക്കറിയാം, എനിക്കറിഞ്ഞൂടാ, ഞാൻ ഒരു ഉദ്ദേശത്തിൽ പറയുകയാണ് അല്ലേ. എന്തൊക്കെയോ 3-ാം പനി 5-ാം പനിയൊക്കെ ഉണ്ടല്ലോ, കൊച്ചുകുട്ടികൾക്ക് കുറേ കുത്തിവെപ്പ് എടുക്കും, അത് പിന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിക്കാലത്ത് എടുക്കുന്ന ഒരു കുത്തിവെപ്പായിട്ട് വിശ്വാസം മാറിയിട്ടിരിക്കുകയാണ്. പിന്നെ 25 വർഷം മുമ്പ് വിശ്വസിച്ചു, 25 വർഷം മുമ്പ് വിശ്വസിച്ചു, നല്ല കാര്യം. ഇന്ന് അപ്പോസ്തലൻ പറഞ്ഞുണ്ടോ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലൻ്റെ പൗലോസിൻ്റെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എന്നും ഞാൻ മരിക്കുന്നു, ഐ ഡൈ ഡെയിലി, എന്നും എൻ്റെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു. കേട്ടോ, അപ്പോസ്തലൻ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഐ ഡൈ ഡെയിലി, ഐ ഗെറ്റ് റിന്യൂഡ് ഡെയിലി, ഐ ടേക്ക് അപ്പ് ദ ക്രോസ് ഡെയിലി, ഐ ലിവ് ബൈ ഫെയ്ത്ത് ഡെയിലി. അല്ലാതെ 25 വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ചു, അഭിഷേകം പ്രാപിച്ചു, ഇതൊക്കെ വെറും നിഗളഭാവമാണ്. അത് ചുമ്മാ നമ്മൾ മറ്റുള്ളവനെ കാണും വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അതല്ല, ഫെയ്ത്ത് ഈസ് കണ്ടിന്യൂവൽ. അപ്പോൾ കുറേ വാക്യങ്ങൾ നമുക്ക് നോക്കാം. എബ്രായ ലേഖനത്തിൽ നിന്നാണ് കൂടുതലും, നിങ്ങൾ കേട്ടാൽ മതി, എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയി വായിക്കാം. എബ്രായർ 3:6. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അവസാനത്തോളം നമ്മൾ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചാൽ നാം തന്നെ അവന്റെ ഭവനമാകും. നമ്മളിപ്പോഴേ പറയുന്നത് നാം അവന്റെ ഭവനമാണെന്ന്, അവന്റെ ശരീരമാണ്, അവന്റെ ഭവനമാണ്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, അതിനൊരു ഉപാധി വെച്ചിട്ടുണ്ട്. അന്ത്യത്തോളം ഈ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കുമെങ്കിൽ ശരിക്കും നിങ്ങൾ ഭവനമായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനൊരു ടെസ്റ്റ് ഉണ്ട്. അതിന് ചുമ്മാ കയറി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതുപോലെ തന്നെ 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ. അപ്പൊ അവിടെ കണ്ടോ, കണ്ടീഷനാ, കൊണ്ടാൽ ക്രിസ്തുവിന്റെ പങ്കാളി, നിങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്നിരിക്കുന്നു. അപ്പൊ എപ്പോൾ അറിയാൻ പറ്റും ക്രിസ്ത്യാനിയായെന്ന്? അവസാനം അറിയാൻ പറ്റും അല്ലേ. 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയോട് നമ്മൾ പറയോ, കൺഗ്രാജുലേഷൻസ് 10ാം ക്ലാസ് പാസ്സായല്ലോ. എവിടെ? 10ാം ക്ലാസ് വരെ പഠിച്ച് പാസ്സായ 10ാം ക്ലാസ് പാസ്സാവും, എന്നെ കൊണ്ട് ചേർത്തിട്ടുണ്ട് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചേർന്നതേ ഉള്ളൂ നമ്മളെല്ലാം. അന്ത്യത്തോളം ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെങ്കിൽ. എബ്രായർ 6:11-12. എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഉത്സാഹം കാണിക്കണം. എത്ര പ്രാവശ്യമാണ് ഈ ലേഖകൻ അവസാനത്തോളം. കാരണം ഈ ലേഖനം നമുക്കറിയാലോ എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? വിശ്വാസമൊക്കെ മതിയാക്കി തിരിച്ച് അവരുടെ യഹൂദ പാരമ്പര്യത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പോകാൻ പ്രലോഭനത്താൽ എന്താ പറയുക, വളരെയധികം ഭാരപ്പെട്ട ഒരു ജനത്തോടാണ് ഈ എഴുതിയത് ഈ ലേഖനം. അവരോടെല്ലാം പറയുന്നത് എന്താണ്? അവസാനത്തോളം ഉത്സാഹിക്കണം. എബ്രായർ 10:23. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ. പ്രത്യാശയുടെ സ്വീകാരം മലയാളം ബൈബിളിൽ എനിക്ക് അതത്ര പിടിക്കാത്തൊരു അത് ഇംഗ്ലീഷിൽ എന്താണ്? കൺഫെഷനാണ് അല്ലേ. ദ കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നാം മുറുകെ പിടിക്കണം, അന്ത്യത്തോളം മുറുകെ പിടിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റു പറഞ്ഞത് കൊണ്ട് ഒരു മാർക്കും ഇല്ലാതെ അന്ത്യത്തോളം അല്ലേ. ഒരു ഓട്ട മത്സരത്തിൽ ഞാൻ ഓടിത്തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ. ഞാൻ ആദ്യം ഓടിയായിരുന്നു, എടാ നീ അവസാനം എത്തിയോ? അവസാനിക്കാതെ ഇടയ്ക്ക് വെച്ച് ഉറങ്ങി അപ്പുറത്ത് കറങ്ങാൻ പോയവനൊന്നും പ്രൈസ് ഇല്ല. ഒരു ഓട്ട മത്സരത്തിലും പ്രൈസ് ഇല്ല, ദൈവത്തിൻ്റെ ഓട്ട മത്സരത്തിലും പ്രൈസ് ഇല്ല. 10:35-39. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. കണ്ടോ, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് വാഗ്ദത്ത നിവർത്തി. ഏത് നിവർത്തി? ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ വായിച്ചു, പ്രത്യാശാ നിവർത്തി എന്താണ്? നീതി ലഭിക്കും. അത് ദൈവേഷ്ടം ചെയ്ത് അന്ത്യത്തോളം കാത്തിരുന്ന് സഹിഷ്ണുതയോടെ ആ നിവർത്തി നിങ്ങൾ പ്രാപിക്കണം. You should do the will of God and with patience receive the fruit of your faith, the fulfillment of God's promise, which is your salvation. വായിച്ചാട്ടെ. വളരെ വേഗത്തിൽ കർത്താവ് വരും, താമസിക്കുകയില്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകും. നേരത്തെ പറഞ്ഞ നാമോ, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു വാക്യത്തിന്റെ എക്സാമ്പിൾ ആണിത്. ഇത് നമുക്ക് എല്ലാവർക്കും എടുത്തങ്ങ് വായിക്കാൻ പറ്റത്തില്ല. നാം ഇങ്ങനെ ആണെങ്കിൽ നാമോ എന്ന് പറയാം. എന്താണ് നാമോ? പിന്മാറുന്ന കൂട്ടത്തിലല്ല, പിന്നെ വിശ്വസിച്ച് ജീവ. അപ്പൊ പിന്മാറ്റത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ.
അപ്പോൾ മിന്മാറ്റത്തിൽ പോകുന്നവൻ ഈ വാക്കെടുത്തിട്ട് നാമോ എന്ന് പറയാൻ പറ്റത്തില്ല, അവൻ ആപ്ലിക്കബിൾ അല്ല, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണ്ടു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക. ഹബക്കുക്കിലെ ഒരു വാക്യമാണ്, അല്ലേ? ഇറ്റ്സ് വേഴ്സ് ഫ്രം ഹബക്കുക്ക്. ദി റൈച്ചസ് ഷാൽ ബൈ ഫെയ്ത്ത് ലിവ്. ഈ വാക്യം 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനം 1, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 ആൻഡ് ഹീബ്രൂസ് ചാപ്റ്റർ 10. ഇവിടെ എല്ലാം നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചു നോക്കിയാൽ, ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് വിശ്വാസം അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കണം. അല്ലാതെ ആദ്യ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 1 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അല്ലേ? ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ ഒടുങ്ങുന്നതാണ് രക്ഷാപ്രവൃത്തി. അവിടെയാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നീട് ഗലാത്യ ലേഖനം 3 അവിടെ അറിയാമല്ലോ, അവര് പരിച്ഛേദനയൊക്കെ ഏറ്റ് പ്രവൃത്തികളിലേക്ക് പോവുകയാണ്. വിശ്വാസത്തിൽ തുടങ്ങിയിട്ട് പ്രവൃത്തികളിലേക്ക് പോവുകയാണ്. അവിടെയാണ് വീണ്ടും ന്യായപ്രമാണത്താൽ അല്ല വിശ്വാസത്താൽ എത്രേ രക്ഷ എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എബ്രായർ 10 ഇവിടെയും എന്താണ് പശ്ചാത്തലം? തുടക്കത്തിലെ വിശ്വാസം ഒടുക്കം വരെയും കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വിശ്വാസത്തെക്കുറിച്ചല്ല. ഇന്ന് പല പ്രസംഗകരും അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനം പോലും ഈ വാക്യം എടുത്ത് അങ്ങനെയാണ് എന്താ പറയുക വ്യാഖ്യാനിച്ചത്. വിശ്വാസത്താൽ രക്ഷ കടന്നു വരും എന്നല്ല അവിടെ പറഞ്ഞത്. വിശ്വാസത്താൽ രക്ഷ കടന്നു വരുമെന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിന്നാലേ രക്ഷ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കൽ വിശ്വസിച്ചാൽ അങ്ങ് രക്ഷ കിട്ടി, ഇനി രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അതല്ല ഈ വാക്യങ്ങളിലൊന്നും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്ന് വായിക്കേണ്ട 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 15:2. നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികയിൽ. കണ്ടോ? അപ്പൊ നിങ്ങൾ വിശ്വസിച്ചൊക്കെ വൃഥാവില്ലെന്ന് വരികയിൽ, അവിടെയും കണ്ട ഒരു കണ്ടീഷനാണ്, ഉപാധിയാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. കണ്ടോ? നിങ്ങൾ എങ്കിൽ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ. കണ്ടോ? പിടിച്ചുകൊണ്ടാൽ. അപ്പൊ കണ്ടോ എന്തുമാത്രം ഉപാധികളായി ഈ പൗലോസ് പറയുന്നത്, അല്ലേ? അല്ല, നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ കൈക്കൊണ്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അങ്ങനല്ല ഈ പറയുന്നത്. നിങ്ങൾ വൃഥാവായിട്ട് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഉറപ്പാണ്. ഒടുക്കം വരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയുടെ സുരക്ഷയുണ്ട്. രക്ഷ നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല. പക്ഷേ ഒടുക്കം വരെ നിൽക്കുന്നവനേ ഉള്ളൂ. അത് ചേർത്ത് പറയണം, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ വായിച്ച റോമാലേഖനം 11:22. ദൈവത്തിന്റെ ദയവും ഖണ്ഡിതവും. ഇവിടെ മുറിച്ചു കളഞ്ഞ യഹൂദന്മാരും എന്താ പറയുക, നമ്മെ കൊണ്ട് ഈ മരത്തിലേക്ക് ചേർത്ത ജാതീയരെ കുറിച്ചായി പറയുന്നത്, അല്ലേ? യഹൂദന്മാരെ തള്ളിക്കളഞ്ഞേച്ച് ദൈവം ജാതീയരുടെ പുറകെ പോയി. അതാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് ഖണ്ഡിതവും നമ്മളോട് ദയയും. വായിച്ചേ. എന്താണ്? ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. വായിച്ചേ. കണ്ടോ? നിന്നെയും ഛേദിക്കുമെന്ന് ഈ വാക്യം കേട്ടിട്ടുണ്ടോ? ഇഫ് യു റിമെയിൻ ഇൻ ഹിസ് മെർസി you will receive mercy, otherwise you will also be cut off just like Jews were cut off. ഇത് ജാതിയരോട് പറഞ്ഞിരിക്കുകയാണ്, അല്ല നെഗളിക്കരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷ കിട്ടു, നമുക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞ് നെഗളിക്കരുത്. രക്ഷയിൽ വിശ്വാസം തുടർമാനമായി കാഴ്ചവെച്ചാൽ, അവസാനത്തോളം നമ്മൾ ഉത്സാഹം കാഴ്ചവെക്കുകയും ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിക്കുകയും ചെയ്താലേ ഉള്ളൂ രക്ഷ. ഇല്ലെങ്കിൽ നിന്നെയും ഛേദിക്കും. കൊലോസ്യ ലേഖനം 1:21-23. ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഒന്ന് നിർത്തിക്കേ. അവന്റെ മുൻപിൽ വിശുദ്ധരും കളങ്കമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പൊ എല്ലാവരും കേട്ടല്ലോ, നിർത്തേണ്ടതിന്. എന്തിനാണ്? ഹോളി ആൻഡ് ബ്ലെയിംലെസ് ബിഫോർ ഹിസ് സൈറ്റ്. വായിച്ചേ. അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നിരപ്പ് നമുക്ക് നൽകി. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നിലനിന്നുകൊണ്ടാൽ അങ്ങനെ നിങ്ങൾ നിൽക്കും. കണ്ടോ? വീണ്ടും ഒരു ഉപാധിയുണ്ട്, അല്ലെ? ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ആ വിശ്വസിച്ച വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ വിശുദ്ധരായിട്ട് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഛേദിക്കപ്പെടും. അപ്പോൾ വിശ്വാസത്തിൻ്റെ 4ാമത്തെ സവിശേഷതയാണ് ഇറ്റ് ഈസ് കണ്ടിന്യൂവൽ. തുടർമാനമായിട്ടുള്ള വിശ്വാസം. ആദ്യം വിശ്വസിച്ചു, 20 വർഷം മുമ്പ് വിശ്വസിച്ചു, വിശ്വാസിയായി, ഇനി വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ല. ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം വേണം. അപ്പോൾ 4 സവിശേഷതകൾ കണ്ടു വിശ്വാസത്തിന്. എന്തൊക്കെയാ? വ്യക്തിപരമാണ് വിശ്വാസം, വസ്തുനിഷ്ഠമാണ് വിശ്വാസം,
പ്രായോഗിക തലത്തിൽ പ്രവർത്തികൾ ഉളവാക്കുന്നതാണ് വിശ്വാസം. നാലാമതായിട്ട് കണ്ടു, തുടർമാനമാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ. സെക്കൻഡ്, ഫെയ്ത്ത് ഈസ് ഒബ്ജക്റ്റീവ്. തേർഡ്, ഫെയ്ത്ത് ഈസ് പ്രാക്ടിക്കൽ. ഫോർത്ത്, ഫെയ്ത്ത് ഈസ് കണ്ടിന്യൂവൽ. ഇതൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്താണ്? ദൈവത്തിലുള്ള ആശ്രയവും വിശ്രമവും ദൃഢനിശ്ചയവുമാണ്. പക്ഷേ അതിന് സവിശേഷതകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, അത് പ്രവൃത്തികളെ ഉളവാക്കുന്നതായിരിക്കണം, തുടർമാനമായിരിക്കണം, അന്ത്യത്തോളം കാത്തു നിൽക്കുന്ന സൂക്ഷിക്കപ്പെടുന്നതായിരിക്കണം വിശ്വാസം. എങ്ങനെ എനിക്ക് ഈ വിശ്വാസം ലഭിക്കും? ഇതൊക്കെ കൊള്ളാം, പ്രസംഗമൊക്കെ കൊള്ളാം. എങ്ങനെ എനിക്ക് ലഭിക്കും? എങ്ങനെ എനിക്ക് വിശ്വാസത്തിൽ വളരുവാൻ കഴിയും? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യങ്ങളാണ് ഇനി വായിക്കുന്നത്. റോമാലേഖനം 10:17. ഒന്നാമത്തെ കാര്യം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ കണ്ടോ, ഈ ധ്യാനം തുടങ്ങുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് പറഞ്ഞില്ല, എല്ലാവരും മൗനമായിരിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണെയും നിങ്ങളെയും മൗനമാക്കുക. കാരണം എന്താ? കേട്ടെങ്കിലേ വിശ്വാസം വരത്തുള്ളൂ. പ്രസംഗത്തിൻ്റെ അറ്റവും മൂല്യം കേട്ടാൽ വിശ്വാസമൊന്നും വരാൻ പോകുന്നില്ല, അറിവ് കിട്ടും ചിലപ്പോൾ. വിശ്വാസം കേൾവിയാൽ, ഹൃദയത്തോടെ നമ്മൾ കേൾക്കണം. എന്തോ ഈ കേൾവിയാൽ വിശ്വാസം വരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? എത്രയോ പേര് പ്രസംഗം കേൾക്കുന്നു, അവർക്കൊന്നും ഒരു വിശ്വാസം ഇല്ലല്ലോ, അല്ലേ? എല്ലാ ദിവസവും നമ്മുടെ യൂദ ഇസ്കരിയാവത്ത് കർത്താവിൻ്റെ പ്രസംഗം കേട്ടു, അവൻ എന്തെങ്കിലും വിശ്വാസം ഉണ്ടായോ? അതുകൊണ്ട് ഈ ചെവി കൊണ്ട് കേൾക്കുന്നതിനെ കുറിച്ചല്ല, എന്താണ്? വെളിപ്പാടിലൂടെ വിശ്വാസം വരുന്നു. ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാട് ലഭിക്കുമ്പോൾ എനിക്ക് വിശ്വാസം വരുന്നു. ഫെയ്ത്ത് കംസ് ബൈ റെവലേഷൻ. റോമൻസ് ചാപ്റ്റർ 4:18-21. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ. കാരണം എന്താ? ദൈവം അവനോട് അരുളി ചെയ്തു. ദൈവം പറഞ്ഞത് അവൻ കേട്ടു. എന്തോ ദൈവം അവനോട് പറഞ്ഞത്? നീ 100 വയസ്സായാലും 75 വയസ്സായാലും നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന്. ആശയ്ക്ക് വിപരീതമായി, അതായത് മാനുഷിക ബുദ്ധിയിൽ സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആശയ്ക്കൊരു വകുപ്പുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവമേ, നീ പറഞ്ഞ സ്ഥിതിക്ക് അത് സംഭവിക്കുമെന്ന് ഞാൻ എണ്ണുന്നു, നിന്നിൽ ഞാൻ വിശ്രമിക്കുന്നു, നിന്നിൽ എനിക്ക് നിശ്ചയമുണ്ടെന്ന്. അതാരെക്കുറിച്ചായി പറഞ്ഞത്? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. ആശയ്ക്ക് വിപരീതമായി അവൻ ആശിച്ചു. വായിച്ചാട്ടെ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും. 100 വയസ്സുള്ള അപ്പൂപ്പന് കുഞ്ഞുണ്ടാവും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? അല്ലേ, ഇവിടെ 10, 30, 35 ആകുമ്പോഴേ നമ്മളൊക്കെ കട കൂട്ടും. അപ്പോഴാണ് 100 വയസ്സുള്ള അപ്പൂപ്പനും പിന്നെ എത്ര നമ്മുടെ സാരയുടെ പ്രായം 75, 90 അടുപ്പിച്ചെങ്ങാണ്ട് പ്രായമുള്ള ഒരു അമ്മച്ചിയും, ഈ അപ്പനും അമ്മയ്ക്കും കൂടെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത്. എന്താണ്? നീ സ്വർഗത്തിലോട്ട് നോക്കിക്കേ, ആകാശത്തിലേക്ക് നോക്കിയേ, നീ തറയിലെ മണൽ നോക്കിക്കേ, ഇത്രയും നിനക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാകുമെന്ന്. 100 വയസ്സായ അപ്പൂപ്പൻ വിശ്വസിച്ചു. നമ്മളാണ് എന്താ പറയും? പൊട്ടൻ, അല്ലേ? അതാണ് ആശയ്ക്ക് വിപരീതമായി. എന്തോ അവിടെ കാരണം? സാഹചര്യത്തിലല്ല വിശ്വാസം, ആശ്രയം. നേരത്തെ പറഞ്ഞതുപോലെ ജഡത്തിലും മാനുഷികമായതിലും ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക. 100 വയസ്സും മൃതപ്രായനും അതൊന്നും ഒരു പ്രശ്നമില്ല. ഏത് ഉദരവും തുറക്കപ്പെടും, അവിടെ ഉണ്ടാകും. വായിച്ചാട്ടെ. തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഗ്രഹിച്ചിട്ടും, അല്ലാതെ കണ്ണടച്ചില്ല. ചിലർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ വസ്തുതകളൊന്നും നോക്കണ്ട. അല്ലല്ല, ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. ബാക്കി വായിച്ചേ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാ ദൈവത്തിന് മഹത്വപ്പെടുത്തിയത്? അടുത്ത വാക്യം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. വാഗ്ദത്തം ചെയ്തവൻ അത് പ്രവർത്തിച്ച് നിവർത്തിപ്പാൻ ശക്തൻ. അല്ലാതെ സാഹചര്യം, CT സ്കാൻ, ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി, നിങ്ങളുടെ ഇമ്പോർട്ടൻസി, ഇതൊന്നും അല്ല അവിടെ, അല്ലേ? അബ്രഹാം അതൊക്കെ ഗ്രഹിച്ച് റിപ്പോർട്ടൊക്കെ കിട്ടിയെങ്കിലും അതൊന്നും എണ്ണിയില്ല. എന്താ എണ്ണിയത്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അതല്ലേ എബ്രായർ 11:11 സേറായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താണ്?
വിശ്വാസത്താൽ സേറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇപ്പൊ രണ്ടുപേരും, അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ ചെയ്തേ? എന്താ വിശ്വസിച്ചേ? വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ, അവൻ വിശ്വസ്തൻ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് എണ്ണുന്നതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം എങ്ങനെ വരും? ദൈവം പറയുന്നത് ആദ്യം പോയി കേൾക്കണം. അല്ലാതെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ദിവാസ്വപ്നം കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യും, അങ്ങനെ എനിക്ക് നിർവചിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന്. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് എന്നോട് ആദ്യം പറയണം. അത് ദൈവസന്നിധിയിൽ പോയിരുന്ന് കേൾക്കണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവമായിട്ട് സംസർഗം പാലിക്കേണ്ടത്. അല്ലാതെ ഈ ചിലരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫോൺ എടുത്തിട്ട് ഫോണങ്ങ് വെച്ച് ഈ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾ പറഞ്ഞൊന്നും കേൾക്കില്ല അല്ലേ? ഫോണിൽ സംസാരിക്കുന്നത് എങ്ങനെ? അങ്ങോട്ടും പറയണം, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുകയും വേണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെ? ഫോൺ എടുത്തിട്ട് ഹലോ ദൈവമേ ഇങ്ങനെയുള്ള ബൈ ഗുഡ് ബൈ ആമേൻ. ദൈവം തിരിച്ചു പറയുന്ന ഒന്നും കേൾക്കണ്ട നമുക്ക്. അതെന്തോ ദൈവം പറയുന്നത് കേൾക്കുക? അതൊന്നുമില്ല, അത് വിശ്വാസമില്ല. അപ്പോൾ ദൈവം പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ ഹൃദയം പോയി ചൊരിയണം. ഹൃദയത്തിലെ വേദനകൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വ്രണങ്ങളൊക്കെ പോയി pour out your heart before God. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം സംസാരിക്കും. ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു വിശ്വാസി ഇത് പോയി ചെയ്തിട്ട് ബ്രദറെ ആരും സംസാരിച്ചില്ലെന്ന്. ഇന്നേവരെ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇന്നേവരെ ചെയ്യാത്തവർ, നിങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും ഭാരമേറിയ വിഷയം പോയി പൂർണ്ണ ആത്മാർത്ഥതയോടെ, അവിടെ ഒരു വ്യക്തി ഉണ്ടെന്ന് തന്നെ എന്താ പറയുക, സങ്കല്പിക്കുകയല്ല, ഉണ്ട്, അത് വിശ്വസിച്ച് നിങ്ങളൊന്ന് ഹൃദയം ഒന്ന് പകർന്നു നോക്കിക്കുക. ദൈവം സംസാരിക്കും. വചനത്തിലൂടെ ദൈവം സംസാരിക്കും. ഞാൻ എൻ്റെ അനുഭവമായി പറയുന്നത്. അങ്ങനെ സംസാരിച്ച് കിട്ടുന്ന ദൂതുകൾ ഏറ്റെടുക്കണം. അയ്യോ എൻ്റെ സാഹചര്യം എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സംഭവിക്കുന്നു. അല്ലല്ല, അങ്ങനല്ല. സാഹചര്യമല്ല, ദൈവം പറയുന്നത് സംഭവിക്കുന്നത്. അതാണ് സേറ എണ്ണിയത്. അപ്പോൾ അവൾക്ക് എന്ത് ലഭിച്ചു? പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള പ്രാപ്തി ദൈവമായിട്ട് ഉളവാക്കി. കണ്ടോ? സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14:36. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ. ഇതാണ് വിശ്വാസം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമതായിട്ട് ദൈവത്തിനെല്ലാം ചെയ്യുവാൻ കഴിയും. പക്ഷെ എൻ്റെ ദിവാസ്വപ്നം പോലെയും എൻ്റെ വിഭാവന പോലെയും ദൈവം പ്രവർത്തിക്കണമെന്ന് പറയുന്നതല്ല വിശ്വാസം. ഇന്ന് അങ്ങനത്തെ പഠിപ്പീരുണ്ട്. വിശ്വാസത്തിലുള്ള വിശ്വാസം. ഐ ഹാവ് ഫെയ്ത്ത്, therefore it will happen. No, it will not happen. കാരണം ഞാൻ തന്നെ അതിൻ്റെ ഉപജ്ഞാതാവ്, ഞാൻ തന്നെയാണ് അതിൻ്റെ സ്രോതസ് അല്ലേ? ഞാൻ തന്നെ പറയും ദൈവത്തിനെല്ലാം കഴിയും. എങ്കിൽ പിന്നെ ഞാൻ ആലോചിക്കണം, എന്നെ ദൈവമേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാക്കണം. ദൈവം പറഞ്ഞോ? ഇല്ല. ഞാൻ തന്നെ അങ്ങ് ആഗ്രഹിക്കുക. എന്തും പോയി പറയാമല്ലോ ദൈവം. ലോട്ടറി ടിക്കറ്റ് ആണല്ലോ ദൈവം. അല്ല, ഇവിടെ പുത്രൻ കാണിച്ചുകൊണ്ട് ദൈവമേ നിനക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. അപ്പം നിൻ്റെ ഹിതം ഞാൻ കേൾക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ ദൈവം വാഗ്ദത്തങ്ങളൊക്കെ നൽകും. സാഹചര്യങ്ങൾക്കൊക്കെ വിപരീതമായിട്ടുള്ള അത്ഭുതങ്ങളായിരിക്കും ദൈവം പറയുന്നത്, അത് ഏറ്റെടുക്കണം. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ അങ്ങ് വിഷ്ഫുൾ തിങ്കിങ് അല്ല. എന്ത് വേണേ അത് നമ്മുടെ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം അല്ലേ, അലാഡിൻ ആൻഡ് ജീനി, അത് ജീനി അല്ല ദൈവം. വാട്ട് എവർ യു ആസ്ക് ഐ വിൽ ഡു. അങ്ങനെ ജീനി അല്ല ദൈവം. ദൈവം പറയണം, പക്ഷെ പറയുന്നതെല്ലാം ചെയ്യുവാൻ അവൻ പ്രാപ്തനാണെന്ന് എണ്ണുകയും വേണം. അപ്പോൾ ഫെയ്ത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡസ് ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ സ്വരം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെ വിശ്വാസം വരും? അതിന് മത്തായിയുടെ 8:5 മുതൽ 10 വരെ വായിക്കാം. അവർ കവർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിഞ്ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, ഞാൻ സത്യമായിട്ട്. യേശു അതിശയിച്ചു. വളരെ 2 പ്രാവശ്യം അത് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ളൂ. യേശു അതിശയിച്ചു. ഒന്ന് ഈ ശതാധിപന്റെ വിശ്വാസം. രണ്ടാമത് എവിടെ പറഞ്ഞിരിക്കുന്ന അറിയാമോ? അവൻ്റെ സ്വന്തം വീട്ടിൽ പോയപ്പോൾ, സ്വന്തം നാട്ടിൽ പോയപ്പോഴുള്ള അവരുടെ അവിശ്വാസം കണ്ട് അതിശയിച്ചു. സഭയ്ക്ക് അകത്തിരിക്കുന്ന വിശ്വാസിയുടെ അവിശ്വാസം കണ്ട് അതിശയിച്ചു. സഭയ്ക്ക് പുറത്തുള്ള ജാതീയന്റെ വിശ്വാസം കണ്ട് അവൻ
അതിശയിച്ചു. ഓക്കെ, അപ്പോൾ അവൻ്റെ വിശ്വാസം കണ്ട് അതിശയിച്ചിട്ട് എന്തോ പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യമേ കർത്താവ് വലിയ വിശ്വാസം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഒന്നാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്, രണ്ടാമത്തേത് മത്തായി 15 അതിൻ്റെ 26 മുതൽ 28. ഇതെല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. മത്തായി 15, മാത്യു 15, 26 to 28. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം അല്ലേ, ഒരു കാനനായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് ഭൂതപ്രശ്നം വന്നിരിക്കുകയാണ്, നീ വന്നൊന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി വന്നവനാണ്, നിങ്ങൾ ജാതിയർ പോയി വേറെ വല്ലവരെ കണ്ടുപിടിക്കുക അല്ലേ. അതിനുവേണ്ടി കർത്താവ് പറഞ്ഞു എന്താണ്, ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമൊന്നും എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്താണ്, അതിനവൾ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ ഈ 2 ഭാഗത്താണ് വലിയ വിശ്വാസം എന്ന് കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2 ക്രിസ്ത്യാനികളല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ, ജാതീയരാണ് ഈ കടന്നു വന്നിരിക്കുന്നത് കേട്ടോ. 2 സംഭവത്തിലും വിശ്വാസം വലുതാണ് അല്ലേ, വലിയ വിശ്വാസം. ഈ 2 വേദഭാഗത്തിലും ഒരു കാര്യം വെളിപ്പെട്ട് കിടപ്പുണ്ട്. ആർക്കെങ്കിലും അത് കണ്ടോ? There is one thing that's common for these 2 people. സെഞ്ചൂറിയൻ ആകട്ടെ സിറോഫിനീഷ്യൻ വുമൻ ആകട്ടെ, 2 പേർക്കും വിശ്വാസം വലുത്. അതല്ലാതെ അവർ 2 പേരും പ്രദർശിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതാണ് രണ്ടാമത്തെ ആവശ്യം, വിശ്വാസം വേണമെങ്കിൽ. എന്താണത്? ആ ശതാധിപൻ കർത്താവിനോട് പറഞ്ഞ എന്താണ്, എൻ്റെ പുരയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. സ്ത്രീ എന്താ പറഞ്ഞേ, അത് ഞാനൊരു നായ, ഞാൻ കുട്ടിയൊന്നുമല്ല. അപ്പൊ എന്താ അത്? ഫെയ്ത്ത് കംസ് ബൈ ഹ്യൂമിലിറ്റി. താഴ്മയുള്ളവർക്കേ വിശ്വാസമുള്ളൂ. അപ്പം ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ മാസം തോറും വന്ന് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെല്ലാം അറിവ് സമ്പാദിച്ച് തലയെല്ലാം ചേർത്ത് നിഗളികളായ എന്തോ സംഭവിക്കും? വിശ്വാസമൊന്നും കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പരീശന്മാരെ പോലെ വചനം പഠിക്കരുത്. നമ്മളെപ്പോഴും വചനം ശിഷ്യന്മാരായിട്ട് പഠിക്കണം. എനിക്ക് രൂപാന്തരം ലഭിക്കുവാൻ വേണ്ടി പഠിക്കണം. താഴ്മയുള്ളവർക്കാണ് വിശ്വാസം. ഈ 2 വ്യക്തികളെ നോക്കിക്കേ. കർത്താവേ, ഞാൻ ഈ അയോഗ്യൻ, നീ വലിയവൻ അല്ലേ, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ വേലക്കാരൻ സൗഖ്യം പ്രാപിക്കും. മറ്റേ സഹോദരി പറഞ്ഞത്, ഞാൻ വെറും ഒരു നായാണ്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് എന്താ പറയുക, നുറുക്കുകൾ മതി, നിന്റെ നുറുക്ക് കൊണ്ട് എൻ്റെ മകൾ സൗഖ്യം. അപ്പോൾ കണ്ടോ, കർത്താവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ചപ്പോൾ എന്ത് വലിയൊരു വീക്ഷണമാണ്. എനിക്ക് നുറുക്ക് മതി കർത്താവ്, നുറുക്കൊക്കെ മതി, സൗഖ്യമാകും. നിന്റെ വലിയ ഭക്ഷണമൊക്കെ ആർക്ക് വേണം? ഭക്ഷണമൊക്കെ കിട്ടി എൻ്റെ ദേശം മുഴുവൻ സൗഖ്യമായിപ്പോൾ, എനിക്ക് നുറുക്ക് മതി. അപ്പം ഞാൻ ചെറിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഈ താഴ്മയുള്ളവർക്കാണ് എന്തുള്ളത്? വിശ്വാസം. അതാണ് നമ്മൾ ഒന്നാമതും വായിച്ചത്, തൻ്റെ ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ കാരണം ജഡം ഒന്നും ഇല്ലെന്ന് എണ്ണാൻ പഠിച്ചു. ഈ ജഡമൊക്കെ ഒന്നിനും കൊള്ളത്തില്ല. മനുഷ്യബുദ്ധിയും മാനുഷികമായ എല്ലാം ഒരു കാശിനും കൊള്ളാത്തതാണ്. അതൊക്കെ ഒന്നുമില്ല, അയോഗ്യമായതാണ്. ദൈവം വലിയവൻ, ദൈവം വലിയവൻ. അവൻ പറഞ്ഞാൽ അവൻ ചെയ്യും. അവൻ്റെ നുറുക്കു മതി, എനിക്ക് സൗഖ്യം വരും. അവനൊന്ന് കൽപ്പിച്ചാൽ മതി. കർത്താവേ, 1 സെക്കൻഡ് കൊണ്ട് നിനക്കതൊക്കെ ചെയ്യാൻ പറ്റും, ഒരു വാക്ക് മതി. അതാണ് വലിയ വിശ്വാസം. അപ്പോൾ വലിയ വിശ്വാസം എന്താണ്? ദൈവം വലുതാണെന്ന് എണ്ണുന്നതാണ് വലിയ വിശ്വാസം. അപ്പോൾ നമ്മൾ 2 കാര്യം കേട്ടല്ലേ, വചനം കേൾക്കണം, താഴ്മ വേണം. മൂന്നാമതായിട്ട് പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളായിട്ട് വായിക്കണമെന്ന് പോലുമില്ല. വിശ്വാസം എന്താണ്? ദാനമാണ്. ഫെയ്ത്ത് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എവറിബഡി നോസ് ദിസ് അല്ലേ. Ephesians 2, 8 to 10. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ വിശ്വാസം എന്താണ്? രക്ഷ മൊത്തമേ ദാനമാണ്, വിശ്വാസവും ദാനമാണ് അല്ലേ. നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 1:29. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിക്കുന്നു. അതോ അവിടെ ക്രിസ്തുവിൽ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്താ ആദ്യത്തെ വരം? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസം എൻ്റെ പ്രവൃത്തിയല്ല, ദൈവം വെളിപ്പാട് നൽകി എൻ്റെ ഉള്ളിൽ ഉളവാക്കിയതാണ് വിശ്വാസം. അല്ലാതെ ഞാൻ വിശ്വാസം കൊണ്ട് നടക്കുകയല്ല. എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വിശ്വാസമില്ല. സങ്കല്പങ്ങളിൽ വിശ്വസിക്കാനും ദിവാസ്വപ്നം കാണാനുള്ള വിശ്വാസമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വിഷിങ് അതല്ല, ബിലീവിങ് എന്ന് പറഞ്ഞാൽ അതല്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ദൈവമായിട്ടുള്ളിൽ
തൻ്റെ വചനത്താൽ ഉളവാക്കണം. അല്ലെ, അബ്രഹാമിന് വിശ്വാസമില്ലായിരുന്നു. അബ്രഹാമിനെ കൂടാരത്തിൻ്റെ പുറത്ത് വന്നുകൊണ്ട് നീ ആകാശത്ത് നോക്കിയത്, നീ താഴെ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വന്നു. ദൈവമാണ് വിശ്വാസം ഉളവാക്കുന്നത്. അല്ലേ, വിശ്വാസം എന്ന ദാനം ദൈവം നൽകുന്നു. പക്ഷെ അവിടെ കൂടെ പറഞ്ഞിരിക്കുന്ന മറ്റേ വരം നമുക്കാർക്കും വേണ്ട. രണ്ടാമത്തെ വരം എന്തുവാ? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനും. അപ്പോൾ വിശ്വാസം എന്ന ദാനം എൻ്റെ കൂടെ ഒരു സാധനം കൂടെ വരും, ഇളവസം, ഫ്രീ. അല്ലേ, എന്താണ് നമ്മൾ ചിലതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടത്തില്ലേ? എന്താണത്? കഷ്ടത. അതും ഒരു ദാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ വിഷയമല്ല. അപ്പം നമ്മൾ എന്താ കണ്ട്? എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നിറഞ്ഞതായിരിക്കണം: ആശ്രയം, വിശ്രമം, നിശ്ചയം. അല്ലേ, ഇറ്റ് ഷുഡ് ബി റിലയൻസ്, റെസ്റ്റ്, റെസല്യൂട്ട്നെസ്. പിന്നെ നമ്മൾ 4 സവിശേഷതകൾ, 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെയ്ത്ത്. അല്ലേ, വിശ്വാസം വ്യക്തിപരമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, പ്രവൃത്തികൾ ഉളവാക്കുന്നതായിരിക്കണം, 4മത്തേത് തുടർമാനമായിരിക്കണം. വിശ്വാസം എങ്ങനെ കടന്നു വരും? ദൈവസ്വരം കേൾക്കുമ്പോൾ, ദൈവിക ദൂതുകൾ ഏറ്റെടുക്കുമ്പോൾ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. ദൈവത്തോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തിട്ട് അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനെന്ന് എണ്ണുന്നതാണ് എന്ത്? വിശ്വാസം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് അങ്ങനല്ലേ? കർത്താവ് പറഞ്ഞു, നീ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഞാൻ നിന്നെ രക്ഷിക്കും. അത് നിവർത്തിപ്പാൻ അവൻ ശക്തനെന്ന് നമ്മൾ എണ്ണി. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെന്ത് വിഷയമാകട്ടെ, ആരോഗ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, ജോലിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, എന്ത് വിഷയം, അവിടെ നമ്മൾ ഇതല്ലേ ചെയ്യുന്നത്? ദൈവം ഒരു വചനം നൽകുന്നു, ഞാനിത് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? സാഹചര്യങ്ങളൊക്കെ എത്ര വിപരീതമായാലും അശുഭമായാലും ഞാനിതൊന്നും കാണുന്നില്ല, ഇതൊക്കെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തനെന്ന് എണ്ണി അവനിൽ വിശ്രമിക്കുന്നു. അതാണ് വിശ്വാസം. അല്ലേ, ഇനി ഇതിനെന്ത് വേണം? താഴ്മ വേണം. അവൻ വലിയവൻ, ഞാൻ ചെറിയവൻ എന്ന് എണ്ണുവാനുള്ള ഒരു താഴ്മ വേണം. അങ്ങനെയുള്ളവർക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് വിശ്വാസം. നമുക്കൊരു നിമിഷം മൗനമായിരിക്കാം. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇതിലേതാണോ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് അതിനോട് നിങ്ങൾ പ്രതികരിക്കുക. എല്ലാവരും കേട്ട വചനം അത് ഏറ്റെടുക്കുക, പ്രതികരിക്കുക. അതാണ് പ്രാർത്ഥനയിൽ ചെയ്യേണ്ടത്. ദൈവം ആർക്കാണോ ഭാരം നൽകുന്നത് അവർക്ക് പ്രാർത്ഥിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കും.